കാണാമോ എല്ലാവർക്കും? കാണാം. ഓക്കെ, അപ്പൊ ആദ്യത്തെ പാട്ട് വാട്ട് എ ബ്യൂട്ടിഫുൾ നെയിം ഇറ്റ് ഈസ്. എല്ലാവർക്കും അറിയാവുന്ന പാട്ടാ. മ്യൂസിക് ഇച്ചിരി റോളിയം വെച്ചോ. You were the word at the beginning, one with God the Lord Most High. Your hidden glory in creation, now revealed in you, oh Christ. What a beautiful name it is. What a beautiful name it is. The name of Jesus Christ, my King. What a beautiful name it is. Nothing compares to this. What a beautiful name it is. The name of Jesus. You didn't want heaven without us. So Jesus, you brought heaven down. Your sin was great, your love was greater. What could separate us now? What a beautiful name it is. What a beautiful name it is. The name of Jesus Christ, my King. What a beautiful name it is. Nothing compares to this. What a beautiful name it is. The name of Jesus. What a wonderful name it is. The name of Jesus. രണ്ടാമത്തെ പാട്ട് Change my heart, O Lord, make it ever true. Change my heart, oh God, make it ever true. Change my heart, oh God, may I be like you. Change my heart, oh God, make it ever true. Change my heart, oh God, may I be like you. You are the potter, I am the clay. Mold me and make me. This is what I pray. Change my heart, oh God, make it ever true. Change my heart, oh God, may I be like you. Binu, അടുത്ത് ബൈബിൾ റീഡിംഗ് എലീഷ്. എലിഷ്, മറിയോ, ഡാനിയൽ. ബൈബിൾ റീഡിംഗ് തുടങ്ങിക്കോ. Galatians chapter 1 verses 1 to 6. Paul, an apostle, sent not from men, nor by man, but by Jesus Christ and God the Father, who raised him from the dead, and all the brothers with me. Grace and peace to you from God our Father and the Lord Jesus Christ,
who gave himself for our sins to rescue us from the present evil age, according to the will of our God and Father, to whom be glory forever and ever. Amen. I am astonished that you are so quickly deserting the one who called you by the grace of Christ and are turning to a different gospel. പ്രാർത്ഥിക്കാം. സ്നേഹവാനും നിത്യനുമായ ദൈവമേ, സ്വർഗീയ പരമപിതാവേ, ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം അർപ്പിക്കുന്നു. യുവജനസഖ്യത്തിന്റെ പ്രവർത്തന ഉദ്ഘാടനമായി നിന്റെ പാദപീഠത്തിൽ അടുത്തു വരുവാൻ ഞങ്ങളെ സഹായിച്ചുവല്ലോ. ഞങ്ങളുടെ യൗവനത്തിൽ കർത്താവെ അവിടുത്തെ കൂടുതലായി മനസ്സിലാക്കുന്നതിനും അവിടുത്തെ കരം പിടിച്ച് നടക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ ആഗ്രഹപ്രകാരം ഞങ്ങളുടെ ജീവിതത്തെ നയിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കൂടിവരവുകൾ അതിന് മുഖാന്തരമായി തീരണം എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ പ്രതിസന്ധി നിറഞ്ഞ ഒരു സാഹചര്യത്തിലാകുന്നല്ലോ ഞങ്ങളായിരിക്കുന്നത്. ഈ സാഹചര്യത്തിനനുസരണമായി ഞങ്ങളുടെ വിശ്വാസവും സാക്ഷ്യവും ഒക്കെ രൂപപ്പെടുത്തുവാൻ തക്കണം ദൈവമേ ഈ നാളുകളിൽ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സാഹചര്യം ആവശ്യപ്പെടുന്നതിനപ്പുറമായി ദൈവകൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് സാഹചര്യങ്ങളോട് പ്രതികരിപ്പാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദാവീദിനെ പോലെ ധൈര്യമുള്ളവരായി വിശ്വാസമുള്ളവരായി എല്ലായ്പ്പോഴും നിലനിൽപ്പാൻ വ്യത്യസ്തമായ ജീവിതാനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ ഉറച്ച കാൽച്ചൂടുകളുമായി ദൈവവിശ്വാസത്തോടുകൂടെ മുമ്പോട്ട് പോകുവാൻ ദൈവമേ ഞങ്ങൾക്ക് പ്രാപ്തി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് ഞങ്ങളുടെ യുവജന സഖ്യം മീറ്റിങ്ങുകളൊക്കെ മുഖാന്തരമായി തീരണം എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പ്രതീക്ഷയോടുകൂടെ ഞങ്ങൾ ഈ ഒരു വർഷത്തെ പ്രവർത്തനത്തെ നോക്കി കാണുന്നു. പരിമിതമായ സാഹചര്യങ്ങളുടെ മധ്യത്തിൽ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് അനുഗ്രഹകരമായി പ്രവർത്തിപ്പാൻ ദൈവമേ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചുമതലക്കാർക്കായിട്ട് സ്തോത്രം. എല്ലാ അംഗങ്ങളെയും നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ല കൂട്ടായ്മയും സന്തോഷം അനുഭവിച്ചറിയുവാൻ ദൈവമേ അവിടുന്ന് നാളുകളിൽ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കേന്ദ്രതലത്തിലെ യുവജന സഖ്യത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ഞങ്ങൾ ഓർത്ത് നിന്നെ സ്തുതിക്കുന്നു. ജനറൽ സെക്രട്ടറി ആയിട്ട് നേതൃത്വം നൽകുന്ന പ്രിയ അച്ഛനായിട്ട് സ്തോത്രം. പ്രസിഡന്റ് തിരുമേനിക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ജോൺ മാത്യു അച്ഛൻ ഇന്ന് ഞങ്ങളുടെ മധ്യത്തിൽ ഈ വെർച്വലായിട്ട് സംബന്ധിപ്പാൻ ദൈവമേ നിന്റെ ദാസനെ അവിടുന്ന് സഹായിക്കുന്നതിനാൽ സ്തോത്രം അർപ്പിക്കുന്നു. ആവശ്യമായ നേതൃത്വം നൽകുവാൻ തക്കവണ്ണം ഈ നാളുകളൊക്കെ നിന്റെ ദാസനെ എടുത്ത് ഉപയോഗിക്കുന്നതിനാൽ സ്തോത്രം. ഞങ്ങൾക്കും അത് അനുഗ്രഹപൂർണ്ണമായി തീരുവാൻ അവിടുന്ന് സഹായിക്കണമേ. ആദ്യോടന്തം അവിടുത്തെ കൃപകൾ അനുഭവിച്ചറിയുവാൻ ദൈവമേ ഞങ്ങളെല്ലാവരെയും അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ജെയിംസ് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അനുഗ്രഹിക്കണമേ. അച്ഛനിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ നല്ല നേതൃത്വങ്ങൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. എല്ലാവരെയും നിന്റെ കരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ വിദൂരങ്ങളിലൊക്കെ ആയിരിക്കുന്നവരെയും ഞങ്ങൾ ഓർക്കുന്നു. അനുഗ്രഹിക്കണമേ, കൃപ കൂടെ ഇരിക്കണമേ. സകലവും നിന്റെ നാമമഹത്വത്തിനാക്കി തീർക്കണം പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. വെൽക്കം സ്പീച്ച് സാറ അത്യാരി, ലേഡി സെക്രട്ടറി. എല്ലാരും വീഡിയോ ഒന്ന് ഓണാക്കിയാൽ നല്ലായിരുന്നു. സാറ കേൾക്കുന്നില്ല. സാറ കേൾക്കുന്നില്ല. ഇല്ല. You're not audible. കേൾക്കുന്നില്ല.
സാറ് റീലോഗിൻ ചെയ്യാൻ പോയാക്കണം. Hello, കേക്കാവോ? ആ കേൾക്കാം. ഇപ്പൊ കേൾക്കാം. Okay. Fine. Okay. Good evening, everyone. It's my pleasure to welcome you all to the inaugural ceremony of Shalem Matama Yuvajana Sakyam 2020. In Psalms 23, God said that, even when you walk through the darkest valley, I will be with you. Given the circumstances, when the whole world is going through an intense pandemic crisis, I believe that it is nothing more than God's grace and care that we all, near and far, are able to come together through this online medium like Zoom to praise God. And let us face this challenge with the belief that all this is a part of God's big plan for each and every one of us. Coming to my task at hand, let me first welcome our guest Achan, Reverend John Matthew, the General Secretary of Matama Yuvajana Sakyam. It was under John Matthew Achan's guidance and leadership that the Matama Yuvajana Sakyam was instrumental in flood relief activities during the flood crisis. Achan, I welcome you to the Shalem Matama Yuvajana Sakyam inaugural ceremony. I would like to welcome our Vicar, Reverend James M. Koshi, and our Assistant Vicar and the President of Ernakulam Shalem Matama Yuvajana Sakyam, Reverend Jinu John. Both our Achans have been an immense support and guidance to the Youth League, and we hope that it continues throughout this year's activities through. Achans, we welcome you to the inaugural ceremony. Now, let me welcome our previous year's office bearers. Their efforts, activities, and dedication to the Youth League are much appreciated. We welcome you to the ceremony. Our senior members have always been a pillar of support and backbone of the Youth League. We hope that you'll continue this love and support you've given us. Dear seniors, we welcome you to the inaugural ceremony. Now, coming to all our Youth League members, our fellowship and the bond we share in Christ is what makes and strengthens the Youth League. I gladly welcome you all to the inaugural ceremony. Special welcome to all the new members who have joined this family. We hope that you'll remain an active member as we proceed with this year's activities. Once again, I welcome you all. May God Almighty be our light as we shine through this year. Thank you. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട ജെയിംസും കോശി അച്ഛൻ, ബഹുമാനമുള്ള ജോൺ മാത്യു അച്ഛൻ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമുക്ക് ഇന്ന് ഇപ്രകാരം ഒരുമിച്ച് യുവജന സംഘത്തിന്റെ പ്രവർത്തനോദ്ഘാടനമായിട്ട് ഒരുമിച്ച് അടുത്തു വരുവാനായിട്ട് ദൈവം സഹായിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ എല്ലാ വർഷവും പോലെയല്ല, എല്ലാ കാലവും പോലെയല്ല, ഇതൊരു പ്രത്യേക കാലമാണ്. പണ്ട് കോളറക്കാലം എന്നൊക്കെ പറയുന്നത് പോലെ നമുക്ക് പുതിയൊരു കാലം കൂടെ കിട്ടിയിരിക്കുന്നു, കൊറോണ കാലം. അപ്പം നമ്മുടെ സ്ട്രാറ്റജി, നമ്മുടെ പ്രവർത്തന ശൈലി, രീതികൾ ഒക്കെ മാറ്റേണ്ടതായിട്ടുള്ള, അല്ലെങ്കിൽ സാഹചര്യത്തിനനുസരിച്ച് മാറേണ്ടതായിട്ടുള്ള ഒരു ഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. ഇവിടെ ദൈവം ആഗ്രഹിക്കുന്ന പ്രകാരം നമുക്ക് യുവജന സഖ്യമായി ഒരുമിച്ച് പ്രവർത്തിപ്പാനായിട്ടുള്ള എല്ലാ പരിശ്രമവും നമുക്ക് ഈ നാളുകളിൽ ഉണ്ടാകണം. പ്രസിഡൻഷ്യൽ അഡ്രസ്സിനായിട്ടാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കുന്നത്. എന്നാലും വളരെ ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് എന്നെ ആയിരിക്കില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ ഈയിടെ ഒരു പുസ്തകത്തിൽ ഇങ്ങനെ വായിച്ചപ്പോൾ കണ്ട ഒരു കാര്യം, ഷെയറിങ് ആണ് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ്. ഇന്ന് ഞാനൊരു വാട്സപ്പ് തുറക്കാൻ നോക്കിയപ്പോൾ തുറക്കാൻ ഒക്കുന്നില്ല. അതിൽ പിന്നെ മെമ്മറി നിറഞ്ഞിരിക്കുകയാണ്. എല്ലാവരോടും ഷെയർ ചെയ്ത് ഇത് ഫോൺ തുറക്കാനൊക്കാത്തൊരവസ്ഥയിൽ വന്നു. പിന്നെ കുറേയൊക്കെ ഡിലീറ്റ് ചെയ്തതിന് ശേഷമാണ് പിന്നെ എനിക്ക് ഫോൺ തുറന്നു നോക്കാൻ പറ്റിയത്.
പക്ഷെ വാസ്തവത്തിൽ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഷെയർ ചെയ്തിട്ട് മെമ്മറി നിറഞ്ഞിരിക്കുന്നു, പക്ഷെ ശരിക്കും ഷെയർ ചെയ്യാനായിട്ട് പറ്റുന്നില്ലാത്തൊരു സാഹചര്യം. പഴയതുപോലെ ഫെലോഷിപ്പുകൾക്കൊക്കെ സാധ്യതകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക കാലഘട്ടം കൂടിയാണ്. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന പ്രകാരം വിശ്വാസത്തിൽ തൻ്റെ ഇടത്തോടുകൂടെ ദാനിയേലും ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവും ഒക്കെ കാലഘട്ടം ഉയർത്തിയ പ്രതിസന്ധിയിൽ ധൈര്യപൂർവ്വം മുന്നോട്ട് ചുവടുകൾ വെച്ചതുപോലെ ദൈവവിശ്വാസത്തിൽ അടിസ്ഥാനപ്പെട്ട് നമുക്ക് മുന്നോട്ട് തന്നെ പോകേണ്ടത് ആവശ്യമാണ്. ആ വിശ്വാസം ഇല്ലെങ്കിൽ, ആ ദൈവകൃപ ഇല്ലെങ്കിൽ നമുക്കൊരു പക്ഷേ മുന്നോട്ട് പോകാനായിട്ട് അസാധ്യമാണ് സാഹചര്യങ്ങൾ. ഞാൻ പറഞ്ഞ ഈ ന്യൂസ് ബുള്ളറ്റിനകത്ത് എഴുതിയ ഒരു കാര്യമുണ്ട്. യോശുവയും കാലേബും മറ്റ് 10 പേരും കൂടെ കനാൻ ദേശം ഉറ്റുനോക്കാൻ പോയി. തിരിച്ചു വന്ന 10 പേരും പറഞ്ഞത് വളരെ കൃത്യമായ കാര്യമാണ്. പക്ഷെ 2 പേർ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ സംസാരിച്ചു. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നടത്തിയ വിധങ്ങളെ കൂടെ ഓർത്തു ആണ് അവർ നിലപാടുകൾ എടുത്തത്. അപ്പം നമുക്ക് യൗവനക്കാരെന്നുള്ള നിലയിൽ ധൈര്യപൂർവ്വമുള്ള നിലപാടുകളാണ് നമുക്ക് വേണ്ടത്. ധൈര്യപൂർവ്വം നമുക്ക് ചുവടുകൾ മുൻപോട്ട് വെക്കേണ്ടതായിട്ടുണ്ട്. പ്രിയപ്പെട്ട ജോൺ മാത്യു അച്ഛനെ ഇന്ന് ഉദ്ഘാടനത്തിനായിട്ട് ലഭിക്കുന്നത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. പ്രിയപ്പെട്ട അച്ഛൻ്റെ പ്രളയ കാലഘട്ടത്തിലെ അച്ഛൻ്റെ യുവജന സഖ്യത്തിന് നൽകിയ നേതൃത്വത്തിന്റെ ശൈലി ഒരിക്കലും മറക്കാൻ സാധിക്കുന്നതല്ല. ദാവീദ് വെച്ചതുപോലെ, അല്ലെങ്കിൽ ദാനിയേൽ വെച്ചതുപോലെ, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ ഒക്കെ വെച്ചതുപോലെ ധൈര്യപൂർവ്വം എടുത്തു വച്ച ചുവടുകൾ സമൂഹത്തിന് മുഴുവൻ മാതൃകയായി തീരുന്ന രീതിയിൽ, മാർത്തോമാ സഭയെ ഒക്കെ ഉയർത്തിപ്പിടിക്കുന്ന രീതിയിൽ വളരെയധികം അഭിമാനകരമായ നേട്ടങ്ങൾ നമുക്ക് മാർത്തോമാ യുവനസഖ്യത്തിന് ലഭിക്കുവാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. തുടർന്നുള്ള കാലഘട്ടത്തിലും ഇന്നത്തെ ഇനിയൊരു വലിയ ക്രൈസിസ് ഉണ്ടാകുന്ന പോകുന്നത്, ഞങ്ങൾ കഴിഞ്ഞ ദിവസം അച്ഛനോട് സംസാരിച്ചപ്പോൾ ഞങ്ങൾ സംസാരിച്ചിരുന്നു. ആരുടെ കയ്യിലും പൈസ ഇല്ലാതെ ആവുന്ന ഒരു കാലഘട്ടം, അല്ലെങ്കിൽ ഒരു പട്ടിണിയിലേക്കാണോ നമ്മൾ പോകുന്നത് എന്നുള്ള നിലയിലൊക്കെ ചിന്തിക്കുന്ന ഒരു കാലഘട്ടം. ഒരു വല്ലാത്ത ക്രൈസിസാണ്, വല്ലാത്ത ക്രൈസിസിന്റെ സിറ്റുവേഷനാണ്. ജോലികളൊക്കെ നഷ്ടപ്പെട്ടു പോകുമോ? യൗവനക്കാരൊക്കെ ഒരുപാട് ക്രൈസിസ് നേരിടുമോ? ഇത് നമ്മുടെ മുമ്പിലുള്ള ഉയർത്തുന്ന ഒരുപാട് ചോദ്യങ്ങളുടെ നടുവിലാണ് നമ്മൾ യുവജന സഖ്യമായിട്ട് ഈ ചോദ്യങ്ങൾക്ക് ഒരു പരിധി എങ്കിലും ഉത്തരം കണ്ടെത്തുവാനും കൂട്ടായ്മയിൽ ഒരുമിച്ച് നിൽക്കാനും നമുക്ക് സാധിക്കേണ്ടത് ആവശ്യമാണ്. നമുക്ക് അതിനായിട്ട് കഴിയുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. ഈ നാളുകളിലൊക്കെ നമുക്ക് പല കാര്യങ്ങളിൽ ഒരുമിച്ച് പ്രവർത്തിപ്പാനായിട്ട് ഇടയാകുന്നുവല്ലോ. ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. പ്രതീക്ഷയോടെ നോക്കി കാണുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും കൂട്ടായ്മയും പങ്കാളിത്തവും ഉണ്ടാകും എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയും ചെയ്യുകയാണ്. പ്രിയപ്പെട്ട അച്ഛനെ ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നതിൽ സന്തോഷമുണ്ട്. അച്ഛൻ്റെ ഇടവക ആനിക്കാട് ആരോഹണം ഇടവകയാണ്. അച്ഛൻ്റെ കൊച്ചമ്മ ബ്ലസ്സി കൊച്ചമ്മയും ഒരു മകൾ ആർദ്ര, അല്ലേ? രണ്ട് മക്കൾ. ആശ. കുടുംബമായി ഈ യുവജന സഖ്യമായിട്ട് ചേർന്ന് ശുശ്രൂഷകൾ ആയിരിക്കുന്നു. ദൈവം അച്ഛനായിട്ട് ഉപയോഗിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. ഈ എറണാകുളം ശാലയം മാർത്തോമാ ഇടവകയുടെ ഈ ഉദ്ഘാടന യോഗത്തിലേക്ക് അച്ഛനെ ലഭിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. അച്ഛനെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഉദ്ഘാടന പ്രസംഗത്തിനായിട്ട് അച്ഛനെ ക്ഷണിക്കുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ജെയിംസ് മലയ അച്ഛൻ, പ്രിയപ്പെട്ട ജിനു അച്ഛൻ, കൊച്ചുമ്മമാരെ, യുവജന സഖ്യത്തിന്റെ സീനിയർ ഫ്രണ്ട്സ്, ഇപ്പോഴത്തെ യുവജന സഖ്യത്തിന്റെ ഒഫീഷ്യൽസ്, യുവജന സഖ്യത്തിലെ പ്രവർത്തകരെ, ഈ സായാഹ്നത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. നിങ്ങളോടൊപ്പം ഈ മീറ്റിംഗിൽ പങ്കെടുക്കുവാൻ അവസരം നൽകിയതിൽ ഞാൻ ബഹുമാനപ്പെട്ട അച്ഛന്മാരോട്, യുവജന സഖ്യത്തിന്റെ ഭാരവാഹികളോട് ആദ്യം തന്നെ നന്ദി പറയുന്നു. 1-2 കാരണങ്ങൾ കൊണ്ട് ഇന്ന് ഈ ശാഖാ മീറ്റിംഗിൽ സംബന്ധിക്കുന്നത് എനിക്ക് വളരെ നൽകുന്ന കാര്യമാണ്. ഒന്ന്, പ്രിയപ്പെട്ട
ജെയിംസ് ഞാൻ ഇന്ന് മാർത്തോമാ സഭയിലെ ഒരു പട്ടക്കാരനായി, പ്രത്യേകിച്ച് മാർത്തോമാ യുവജന സഖ്യത്തിന്റെ ചുമതലക്കാരനായിരിക്കുന്നതിൽ എന്റെ യൗവന കാലഘട്ടത്തിൽ എന്നെ രൂപപ്പെടുത്തുന്നതിൽ പങ്കുവഹിച്ചിട്ടുള്ള അച്ഛന്മാരിൽ പ്രധാനപ്പെട്ട സ്ഥാനമാണ് ബഹുമാനപ്പെട്ട ജെയിംസ് അച്ഛനുള്ളത്. ഞങ്ങളുടെ എന്റെ ആയിരുന്നില്ലെങ്കിൽ പോലും ഞങ്ങളുടെ നിലയ്ക്ക് യുവജന സഖ്യത്തിൽ അച്ഛനിൽ കണ്ടതായ നേതൃശൈലിയും പ്രവർത്തന രീതികളും അതുപോലെ തന്നെ വ്യക്തിയായി അച്ഛനിൽ നിന്ന് ലഭിച്ചതായിട്ടുള്ള പ്രോത്സാഹനവും കരുതലും ഒക്കെ ഈ ശുശ്രൂഷയിൽ വരുന്നതിനും ശുശ്രൂഷയിൽ ആയിരിക്കുന്നതിനും ഒക്കെ എന്നെ സഹായിച്ചിട്ടുണ്ട്. അന്നൊക്കെ ബഹുമാനപ്പെട്ട അച്ഛന്മാരുടെ, പ്രത്യേകിച്ച് സീനിയർ സഖ്യം പ്രവർത്തകരുടെ ഒക്കെ അവരുടെ ജീവിതം കണ്ടും അവരുടെ പ്രവർത്തന ശൈലി കണ്ടും ഒക്കെയാണ് യുവജന സഖ്യത്തോടുള്ള താല്പര്യം കൂടുന്നതിനും യുവജന സഖ്യത്തിലുള്ള താല്പര്യം ഉണ്ടാവുന്നതിനും ഒക്കെ മുഖാന്തരമായിട്ടുള്ളത്. അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട അച്ഛനോട്, കൊച്ചമ്മയോട് ഒക്കെ ഒരുമിച്ച് ഈ മീറ്റിംഗിലായിരിക്കുന്ന വലിയ സന്തോഷമാണ്. അതോടൊപ്പം തന്നെ പ്രിയ വളരെ വീണ്ടും ഒത്തിരി നാളിന് ശേഷം കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുവാൻ ഈ ദിവസങ്ങളിലൊക്കെ ഇടയാവുന്നു. മറ്റൊരു കാരണം, ഞാനിന്ന് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നത് എറണാകുളം ഷാലേ മാർത്തോമാ യുവജന സഖ്യത്തിന്റെ മീറ്റിംഗിലാണ്. എറണാകുളത്തെ ഏറെ പഴയ ഒരു ഇടവകയാണ് എറണാകുളം ഷാലേം ഇടവക. ഞാൻ ഈ സഭയിൽ ഒരു പട്ടാരനാകുന്നതിന് മുമ്പ് കുറച്ചു നാൾ ഒരു വോളണ്ടിയർ, ഇപ്പോൾ എറണാകുളം ജില്ലയിൽ അന്ന് ഇടുക്കി ജില്ലയുടെ ഭാഗവുമായിരുന്ന മാമലക്കണ്ട പറയുന്ന ഒരു സ്ഥലത്ത് വർക്ക് ചെയ്തിരുന്നു. അത് ഏറ്റവും റിമോട്ട് ആയിട്ടുള്ള ഒരു പഞ്ചായത്ത് ഏരിയയായ കുട്ടമ്പുഴയുടെ ഭാഗമാണ്. ഈ കുട്ടമ്പുഴയിലാണ് ഒരു പക്ഷേ ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മാർത്തോമാ സഭ നടത്തിയ സുവിശേഷ പ്രവർത്തനങ്ങളിൽ പ്രാരംഭകാലത്ത് നടന്നതായ പ്രവർത്തനങ്ങൾ. ഒരുപക്ഷെ നിങ്ങൾക്കെല്ലാം ൂറാൻകെട്ട് ഒരു അണക്കെട്ടുണ്ട്. അതും കഴിഞ്ഞ് വനത്തിലുള്ളതായ വടാട്ടുപാറ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടുത്തെ പ്രവർത്തനങ്ങളുടെ തുടർച്ചയായിട്ടുള്ള സ്ഥലമാണ് മാമലകണ്ടം. അവിടെ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. വടാട്ടുപാറയിലാണ് ഒരുപക്ഷെ ലോകത്തെവിടെയെങ്കിലും മാർത്തോമാ സഭയുടെ പേരിൽ സിറ്റി ഉണ്ടെങ്കിൽ ഉള്ളത്. ഈ വടാട്ടുപാറയിലെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ഷാലേം ഇടവകയിലെ എറണാകുളം ഷാലേം ഇടവകയിൽ അന്ന് ഉണ്ടായിരുന്ന ചെറുപ്പക്കാർ, അഡ്വക്കേറ്റ് സാറിനോട് ചേർന്ന് പ്രവർത്തിച്ചവർ, ദീർഘവർഷങ്ങൾക്ക് മുന്നമേ റോഡും വാഹന സൗകര്യവും ഒന്നും ഇല്ലാത്ത ഇടത്ത് നടന്ന് പോയി സാധനങ്ങളൊക്കെ തലയിൽ ചുമന്ന് കൊണ്ടുപോയി അവിടെയുള്ള ആളുകൾക്ക് അവരുടെ ഡെവലപ്മെന്റിന് വേണ്ടി, അവരുടെ വളർച്ചയ്ക്ക് വേണ്ടി പരിശ്രമമൊക്കെയുള്ള മിഷന്റെ തുടക്കം അത് ഒരു വലിയ ഇടപെടലായിരുന്നു.
അതിന് നേതൃത്വം കൊടുത്തത് എറണാകുളം അഡ്വക്കേറ്റ് പി എസ് സൈറസ് സാറ് 90 വയസ്സ് കഴിഞ്ഞു. ഇപ്പോൾ പ്രായമായി ക്ഷീണാവസ്ഥയിൽ തിരുവനന്തപുരത്ത് വിശ്രമിക്കുന്നു. അദ്ദേഹം ഇപ്പോഴും എറണാകുളം ശാലയും ഇടവകയിൽ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി. ആ കാലയളവിൽ മാർത്തോമാ സഭയിലെ തന്നെയല്ല, ക്രൈസ്തവ യുവജനങ്ങളെ ഒക്കെ തന്നെ നേതൃത്വമായിരുന്നു. ഇന്നും അതുകൊണ്ടാണ് സൈറസ് സാറിനെയും സഹപ്രവർത്തകരെയോ അഭിമാനത്തോടുകൂടെ നമ്മൾ ഓർക്കുന്നു. അങ്ങനെ നേതൃത്വം കൊടുത്തിട്ടുള്ള യുവജനത്തിന്റെ ഇപ്പോഴത്തെ നേതാക്കന്മാരെയും ഇപ്പോഴത്തെ പ്രവർത്തകരെയും ആണ് ഇന്ന് ഈ മീറ്റിംഗിൽ കാണുവാൻ കഴിയുന്നത് എന്നുള്ളതാണ് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നതിലുള്ള എൻ്റെ മറ്റൊരു സന്തോഷം. അങ്ങനെ അതിന് അവസരം നൽകിയതിൽ വീണ്ടും ഒരിക്കലൂടെ പ്രിയപ്പെട്ടവരോട് നന്ദി പറയും. മാർത്തോമാ യുവജന സഖ്യത്തിന്റെ ഭാഗമാകുവാൻ കഴിയുന്നത് മാർത്തോമാ സഭാംഗമായിരിക്കുന്നതിൽ ഭാഗ്യവാന്മാരാണ്, ഭാഗ്യവതികളാണ് എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. കാരണം ഒരുപക്ഷെ സംഘടിതമായ കേരളത്തിലെ SI സഭയുടെ മധ്യകേരള മഹായിടവകയിലെ അല്ലെങ്കിൽ അന്നത്തെ ആംഗ്ലിക്കൻ സഭയുടെ യുവജന പ്രസ്ഥാനം കഴിഞ്ഞാൽ ഏറ്റവും പഴക്കമുള്ള ഒരു ക്രൈസ്തവ യുവജന പ്രസ്ഥാനമാണ് മാർത്തോമാ യുവജന സഖ്യം. 1933 ആരംഭിച്ച യുവജന സഖ്യം മാർത്തോമാക്കാർ എവിടെയുണ്ടോ അവിടെ എല്ലാം ഉണ്ട്. ഇപ്പോൾ അതിൽ ഇപ്പോൾ മലയാളികൾ മാത്രം, കന്നഡ, തെലുഗു, തമിഴ് പോലെ തന്നെ ഹിന്ദി മേഖലയിലുള്ള ഇടങ്ങൾ, അവിടെ എല്ലാം യുവജന സഖ്യത്തിന്റെ കൂടിവരവുകൾ ഉണ്ട്. ഇത് നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കണമെങ്കിൽ ഈ ദിവസങ്ങളിലൊക്കെ വൈകിട്ട് 6 മുതൽ 7 മണി വരെയുള്ള സമയത്ത് യുവജന സഖ്യത്തിന്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിൽ ഇപ്പോൾ നടക്കുന്ന അതൊരു ഇന്റർനാഷണൽ ഓൺലൈൻ മ്യൂസിക് ഫെസ്റ്റ് ആണ്. ഇന്ന് അടൂർ ഭദ്രാസനമാണ് അത് നേതൃത്വം നൽകുന്നത്. അതൊരു ലൈവ് പ്രോഗ്രാമാണ്. ഇതിൽ ഏതാണ്ട് 17 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പ്രോഗ്രാമിൽ ലോകത്തിന്റെ വിവിധ ഭദ്രാസനങ്ങൾ, സോണുകൾ, അതുപോലെ തന്നെ തമിഴ്, തെലുങ്ക്, കന്നഡ ഇങ്ങനെയുള്ള ഗ്രൂപ്പുകൾ, യുവജന സഖ്യാംഗങ്ങൾ കൊടുത്തുള്ളതായ ഒരു മ്യൂസിക് ഫെസ്റ്റ് ആണ്. അപ്പോൾ മനസ്സിലാകും, അത് കാണുമ്പോൾ മനസ്സിലാകും മാർത്തോമാ യുവജന സഖ്യം ഏതൊക്കെ ഇടയിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതിന് ചെറിയ രീതിയിൽ സഹായിക്കും. ഞാൻ പറയാൻ വന്നത്, അങ്ങനെ ചെറുതെങ്കിലും ആഗോളമായിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ് മാർത്തോമാ, നിങ്ങൾ ഓരോരുത്തരും മാർത്തോമാ യുവജന സഖ്യാംഗങ്ങൾ എന്നുള്ള നിലയിൽ. ഒരു കാലത്ത് ഏഷ്യയിലെ ഏറ്റവും വലിയ യുവജന പ്രസ്ഥാനം എന്ന് തന്നെയായിരുന്നു ഇത് അറിയപ്പെടുന്നത്. ഇങ്ങനെയുള്ള യുവജന പ്രസ്ഥാനമായ യുവജന സഖ്യത്തിന്റെ ബേസിക് യൂണിറ്റ് ആണ് ശാഖ. ആ ശാഖയാണ് റിയൽ ആയിട്ടുള്ളത്. എന്നാൽ ഈ ശാഖകൾ എല്ലാവരും കൂടെ ചേർന്ന് ഒരുമിച്ച് വരുമ്പോഴാണ് മാർത്തോമാ യുവജന സഖ്യമാകുന്നത്. ഈ കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്ന പുതിയ നിയമത്തിന് വേണ്ടിയുള്ള ഡ്രാഫ്റ്റ് ഉണ്ട്, EIA 2020. നിങ്ങൾ അതിനെക്കുറിച്ച് കേട്ടതായിരിക്കും. പരിസ്ഥിതി ആഘാത പഠനത്തിന്, അതിന്റെ അസസ്മെന്റ് നടത്തുന്നതിന് സർക്കാർ കൊണ്ടുവന്ന പുതിയതായ ഒരു ഡ്രാഫ്റ്റ്.
ഇതുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത ദിവസങ്ങളിൽ യുവജന സഖ്യം സെഗ്മെന്റിന് യുവജന സഖ്യാംഗങ്ങൾ എല്ലാവരും ചേർന്ന് ആ ഡ്രാഫ്റ്റിൽ തിരുത്തലുകൾ ആവശ്യമുണ്ട്, ഉള്ളതായ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസ് ഒഴിവാക്കണം എന്നുള്ള നിലയിൽ മെമ്മോറാണ്ടം നൽകുകയുണ്ടായി. ഇങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങളിൽ യുവജന സഖ്യം സജീവമായി പങ്കെടുക്കുന്നു. സോഷ്യൽ ഇഷ്യൂസിനെ അഡ്രസ് ചെയ്യുന്നു. നമ്മൾ നേരിടുന്നതായിട്ടുള്ള ഡിസാസ്റ്റേഴ്സിനെ അഡ്രസ് ചെയ്യുന്നു. അതിലൊന്നാണ് ബഹുമാനപ്പെട്ട ജിനു അച്ഛൻ ഓർമ്മിപ്പിച്ചതുപോലെ 2018 സെൻട്രൽ കേരളത്തിലുണ്ടായതായ പ്രളയം. വർഷം അത് മലബാറിലായിരുന്നു, നിലമ്പൂരിൽ അത്തരത്തിൽ നമുക്ക് സഹായിക്കാനായിട്ട് സാധിച്ചു. ഈ വർഷം COVID-19 ആണ്, കൊറോണ ആണ്. ഒരു വോളണ്ടിയറായി പ്രവർത്തിക്കുവാൻ എനിക്കും എന്നോടൊപ്പമുള്ള ചെറുപ്പക്കാർക്കും ഇപ്പോഴും സാധിക്കുന്നു. ഇപ്പോൾ ഞാൻ ഇരുന്നു കൊണ്ട് നിങ്ങളോട് സംസാരിക്കുന്ന എൻ്റെ ഈക്വൽസ്, അതിന് മുകളിലുള്ള ഫ്ലോറുകൾ സർക്കാരിന്റെ കോവിഡ് കെയർ സെന്ററാണ്. 100-ലധികം ആളുകളെ ഇവിടെ ക്വാറന്റൈൻ ചെയ്യപ്പെട്ട് അവരുടെ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോയി. ഇന്നും ഏകദേശം 11 പേർ ക്വാറന്റൈൻ ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. ഇതുകൂടാതെ സ്പിരിച്വൽ എൻറിച്ച്മെന്റ് വേണ്ടി, അതുപോലെ തന്നെ മറ്റ് യുവജനങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ളതായ പരിപാടികൾ യുവജന സഖ്യം സംഘടിപ്പിക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു മഹത്തായ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ് നമ്മൾ ഓരോരുത്തരും. എന്നാൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇതിലേറ്റവും റിയൽ ആയിട്ടുള്ളത് ശാഖയാണ്. അതുകൊണ്ട് ഏറ്റവും അർത്ഥവത്തായി മീനിങ് ഫുള്ളായി പ്രവർത്തിക്കാൻ കഴിയുന്നതും ശാഖകൾക്കാണ്. ഈ നാളുകളിൽ കഴിഞ്ഞ ആളുകൾ എറണാകുളം ശാലേ മാർത്തോമാ യുവജന സഖ്യം പ്രവർത്തിച്ചതുപോലെ ഒരുപക്ഷെ അതിനേക്കാൾ ഉപരിയായി നിങ്ങൾ പ്രവർത്തിക്കുന്ന, നിങ്ങൾ താമസിക്കുന്ന മേഖലയിൽ നിങ്ങൾക്ക് ഇടപെടുവാനും പ്രവർത്തിക്കാനും ഒക്കെ സാധിക്കും. എറണാകുളം ശാല ഇടവകയായി ചേർന്നുകൊണ്ട് ഇടവകയായി ഈ COVID-19 കാലത്ത് ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ കുറച്ചൊക്കെ ബഹുമാനപ്പെട്ട അച്ഛന്മാരിൽ നിന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അവിടെയുള്ളതായ ഫ്രീ ഫുഡിന്റെ വിതരണവും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളും ഒക്കെ ഈ സമയങ്ങളിൽ അച്ഛന്മാരുടെ നേതൃത്വത്തിലൊക്കെ നടന്നു വരുന്നുണ്ട്. ഇതിലൊക്കെ ഏറ്റവും നന്നായി സഹായിക്കാൻ പറ്റുന്നത് യൂത്തിനാണ്, യുവജനങ്ങൾക്കാണ്. അത് നിങ്ങൾക്കാവുമെങ്കിൽ അതേറെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഞാൻ പറഞ്ഞു 1933 ഈ പ്രസ്ഥാനം ആരംഭിച്ചത്. ഏറെ പ്രമുഖരായ അനേകം ആളുകളാണ് നേതൃത്വം കൊടുത്തത്. പോലെയുള്ള പ്രമുഖരായിട്ടുള്ള ആളുകളാണ് ഇതിന് നേതൃത്വം കൊടുത്തത്. ഈ യുവജന സഖ്യത്തിന്റെ 4 തരത്തിലുള്ളതായ പ്രവർത്തനങ്ങളാണ്. ഈ എല്ലാ പ്രവർത്തനങ്ങളെയും കൂടെ ഏകീകരിച്ച് പറയുകയാണെങ്കിൽ ഉള്ളത്: ആരാധന, പഠനം, സാക്ഷ്യം, സേവനം, ഫിറ്റ്നസ് ആൻഡ് സർവീസ്. അപ്പോൾ ഒരു മാർത്തോമാ യുവഖ്യാംഗം യുവജന സഖ്യത്തിന്റെ പരിപാടികളിൽ പങ്കുചേരുന്നു എന്ന് പറഞ്ഞാൽ ഈ 4 പ്രധാനപ്പെട്ട പരിപാടികളിൽ പങ്കാളികളായി തീരുക എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയാണ് അങ്ങനെ ഈ പരിപാടികളിൽ പങ്കെടുക്കുന്നത്? ഇതിന്റെ എയിം എന്താണ്? ഒറ്റ എയിമേ ഉള്ളൂ. മാർത്തോമാ യുവജന സഖ്യത്തിനും മാർത്തോമാ സഭയ്ക്കും ലോകത്തുള്ള എല്ലാ സഭയ്ക്കും ഒറ്റ എയിമേ ഉള്ളെന്നാണ് എൻ്റെ വിചാരം. യേശുക്രിസ്തുവിനെ കർത്താവും ദൈവവും രക്ഷിതാവുമായി സ്വീകരിക്കുക എന്നുള്ള എയിം, അതിനനുസരിച്ച് ജീവിക്കുക എന്നുള്ളത്. ആ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നതാണ് ഈ പരിപാടി. ആരാധന, അതിന് 2 വശമുണ്ട് എന്ന് ഞാൻ കരുതുന്നു. 2 sides. ഒന്ന് പേഴ്സണൽ, വ്യക്തിപരമായ ആരാധനാ ജീവിതം.
ഒരു മാർത്തോമാ യുവജന സഖ്യാംഗം എന്നുള്ള നിലയിൽ നാം ഓരോരുത്തരും വ്യക്തിപരമായ ആരാധനാ ജീവിതമുള്ളവരായിരിക്കും. പൗലോസ് പറയുന്നു, നിങ്ങളെ തന്നെ ദൈവത്തിന് പ്രസാദകരമായ ആരാധനയായി സമർപ്പിക്കാനായിട്ട് മറ്റൊരു വശമാണ് കോർപ്പറേറ്റ് വർഷിപ്പ്, കളക്റ്റീവായിട്ടുള്ള കൂട്ടായുള്ള ആരാധന. വ്യക്തിപരമായ പ്രാർത്ഥനാ ജീവിതവും ആരാധനാ ജീവിതവും ഒക്കെ ദൈവാലയത്തിൽ നടക്കുന്നതായിട്ടുള്ള ആരാധനയിൽ സജീവമായ പങ്ക് വഹിക്കണം. ഇത് പലപ്പോഴും സംഭവിക്കാതെ പോകുന്നു എന്നുള്ളത് കൊണ്ടാണ് ചെറുപ്പക്കാർ പഠനത്തിനും ജോലിക്കുമായി ഇന്ത്യയുടെ വിവിധ സ്ഥലത്തും മറ്റു സ്ഥലങ്ങളിലും ഒക്കെ പോകുമ്പോൾ ഒരു പള്ളിയിലും ഒരു ആരാധനയിലും പോകാതിരിക്കുകയും പിന്നീട് ദൈവവിശ്വാസം തന്നെ നഷ്ടപ്പെട്ടു പോവുകയും അല്ലെങ്കിൽ സഭാവിശ്വാസത്തിൽ നടന്നു പോവുകയൊക്കെ ചെയ്യുന്നു. അതുകൊണ്ട് മാർത്തോമാ യുവജന സഖ്യാംഗം എന്നുള്ള നിലയിൽ വ്യക്തിപരമായ ആരാധനാ ജീവിതവും കോർപ്പറേറ്റ് വർഷിപ്പും കളക്റ്റീവായിട്ടുള്ള ആരാധനയും സഭയുടെ ആരാധനയും ഇടവകയിലെ ആരാധനയും മായി കാണേണ്ടവരാണ്. രണ്ടാമത് സ്റ്റഡി, പഠനം. അതിനുകൊണ്ട് രണ്ട് വശമുണ്ട്. 2 sides of the coin എന്ന് പറയുന്നത് പോലെ. ഒന്ന്, സെക്യുലർ എഡ്യൂക്കേഷനെ വളരെ ഗൗരവമായി കാണണം. നിങ്ങൾ അത് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയാം. എഡ്യൂക്കേഷന്റെ എയിം നമ്മളെ നല്ല മനുഷ്യരാക്കി തീർക്കണം, അത് തന്നെ പുതിയ ലക്ഷ്യങ്ങളിലേക്ക് നമ്മളെ എത്തിക്കുന്നവരായി തീരണം. ഈ സമൂഹത്തിന് പ്രയോജനമുള്ളവരായി തീരുന്ന തരത്തിൽ പഠിക്കുന്നവരായി തീരാൻ സാധിക്കും. അതിന്റെ മറ്റൊരു വശമാണ് സ്പിരിച്വൽ എഡ്യൂക്കേഷൻ. വേദപുസ്തകം പഠിക്കണം, ദൈവം. ഞങ്ങളോടൊന്ന് ചോദിക്കട്ടെ, കണ്ടുപോയിരുന്നുവെങ്കിൽ ഉത്തരം പറയിക്കാമായിരുന്നു. ക്രമമായി വേദപുസ്തകം വായിക്കുന്ന എത്ര ചെറുപ്പക്കാരുണ്ട്? നമുക്ക് ഇതിനകത്ത് സംബന്ധിക്കുന്നവരെല്ലാം എബോവ് 18 ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ 15 ആയിരിക്കും. ഞാനൊരു ചോദിക്കട്ടെ, ഈ വേദപുസ്തകം ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചു തീർത്ത എത്ര പേരുണ്ട് ഇതിനകത്ത്? നമുക്കറിയാം, ബൈബിൾ, വേദപുസ്തകം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു റിലീജിയസ് ടെക്സ്റ്റ് അല്ല, വേർഡ് ഓഫ് ഗോഡ് ആണ്, ദൈവത്തിന്റെ വചനമാണ്. ഇനി അങ്ങ് പോട്ടെ, ടെക്സ്റ്റായി കരുതുക. നമ്മളൊക്കെ ആരാണ്? നമ്മളൊക്കെ ക്രിസ്ത്യാനികളാണ്, ആ ഒരർത്ഥത്തിലെങ്കിലും. അങ്ങനെ കരുതണം എന്നല്ല ഞാൻ പറയുന്നത്. ഇത് നമ്മുടെ റിലീജിയസ് ആണെന്നുള്ള ഈ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയാൻ, ഈ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതിനെ കുറിച്ച് നമ്മുടെ പിയർ ഗ്രൂപ്പിൽപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് സർക്കിളിലുള്ള ആരെങ്കിലും ഒന്ന് ചോദിച്ചാൽ ഒന്ന് തക്കവണ്ണം നമ്മൾ ഈ വേദപുസ്തകം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നു. ഒന്നാമത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഈ വർഷം യുവജന സഖ്യമായി തീരുമാനിച്ചാലും തീരുമാനിച്ചില്ലെങ്കിലും ഇന്ന് പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണല്ലോ, അതിന്റെ ഒരു അടയാളം എന്നുള്ള നിലയ്ക്ക് ഈ വേദപുസ്തകം ഒരു പ്രാവശ്യം ഒന്ന് വായിക്കും ഒരു ശ്രമം ഉണ്ടാവണം. നമ്മുടെ ക്രിസോസ്റ്റം വേദപുസ്തകം ആരും വായിക്കരുത് എന്ന്. പിന്നെന്ത് ചെയ്യണം? വേദപുസ്തകം പഠിക്കണം. പഠനത്തിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ള നിലയ്ക്ക് വേദപുസ്തകം ഒന്ന് വായിക്കാനെങ്കിലും ഉള്ള ഒരു ശ്രമം ഉണ്ടാവണം. ഈ ഒരു വർഷം കൊണ്ട് വായിച്ചു തീരാവുന്ന കാര്യമാണ് വേദപുസ്തകം ഒരു പ്രാവശ്യം. അതിനൊരു ശ്രമം ഉണ്ടാവണം. അതുപോലെ തന്നെ നന്നായി പഠിക്കണം ദൈവത്തിന്റെ വചനം. ഒരു കാലത്ത് മാർത്തോമാക്കാരെ കുറിച്ച് പറഞ്ഞിരുന്നത് ദൈവവചനം പഠിക്കുന്നതിനേറെ താല്പര്യമുള്ളവരെന്നായിരുന്നു. എന്നാൽ ഇപ്പോഴങ്ങനെയാണോ എന്നെനിക്ക് സംശയമുണ്ട്. മൂന്നാമത് 2 കാര്യം പറഞ്ഞു. മൂന്നാമത്തേതാണ് വിറ്റ്നസ്. എന്റെ വിചാരം ഈ 2 കാര്യവും കൃത്യമായിട്ടുണ്ടെങ്കിൽ, ആദ്യം പറഞ്ഞ വേർഷിപ്പ്, ഇതിന് രണ്ടിനും 2 വശമെന്ന് ഞാനും പറയും. ഈ കാര്യങ്ങളെല്ലാം നന്നായി ഫോക്കസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിൽ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ മൂന്നാമത് ഉണ്ടാവും. എന്താണ്? വിറ്റ്നസ്.
അങ്ങനെ ആളുകളെ കുറിച്ച് പള്ളിയിൽ നല്ല സാക്ഷ്യം ഉണ്ടാവും, നിങ്ങളായിരിക്കുന്ന സൊസൈറ്റിയിൽ നല്ല സാക്ഷ്യം ഉണ്ടാവും, നിങ്ങൾ വീട്ടിൽ നല്ല സാക്ഷ്യം ഉണ്ടാവും, നിങ്ങളുടെ ചുറ്റുപാടുകളിൽ നല്ല സാക്ഷ്യം ഉണ്ടാവും. അതിന് പ്രത്യേകിച്ച് ഒന്നും നമ്മൾ ചെയ്യണ്ട, ഈ കാര്യങ്ങൾ ചെയ്താൽ മതി. എന്റെ അഭിപ്രായത്തിൽ ഈ 3 കാര്യവും ശരിയാണെങ്കിൽ മാത്രം 4ാമത്തെ കാര്യം ചെയ്താൽ മതിയെന്ന്. അതെന്താണ്? സർവീസ്. ആരാധനയും പഠനവും സാക്ഷ്യമുള്ളവർ ശുശ്രൂഷ ചെയ്യുന്നതാണ് ഈ സമൂഹത്തിന് പ്രയോജനം ചെയ്യുന്നത്. ഒരുപക്ഷെ നമുക്കറിയാം, ക്രിസ്ത്യൻ ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ നാമതിനേക്കാളൊക്കെ അധികമായി ചാരിറ്റി വർക്ക് ചെയ്യുന്ന ഒത്തിരി ഓർഗനൈസേഷൻസ് നമ്മുടെ ചുറ്റുപാടുകളിലും. അവരിൽ നിന്നൊക്കെ നമ്മുടെ സർവീസിനെ വ്യത്യസ്തമാക്കേണ്ടത്, നമ്മുടെ ഈ സർവീസിന് ക്രിസ്തുവിന്റെ മുഖമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ മറ്റുള്ളവർ മനസ്സിലാക്കേണ്ടത് ക്രിസ്തുവിന്റെ മുഖമാണ്. അത്തരത്തിൽ ശുശ്രൂഷകളെ കണ്ട് പ്രവർത്തിക്കാനായിട്ട് യുവജന സഖ്യാംഗം എന്ന് കഴിയണം. നിങ്ങളുടെ ചുറ്റുപാടുകളിൽ ഈ 4 തരത്തിലുള്ള പരിപാടികളിൽ നിങ്ങൾക്ക് പങ്കുചേരാനായിട്ട് സാധിക്കണം. നിങ്ങളുടെ ഇടവകയിൽ സാധിക്കണം. നിങ്ങളുടെ പേരൻസിന്, മാർത്തോമാ യുവജന സഖ്യാംഗങ്ങളായിരിക്കുന്ന നിങ്ങൾ ഒരുപക്ഷെ യൂത്ത് ലീഗ് എന്ന് പറയും, മാർത്തോമാ യുവജന സഖ്യം അംഗമെന്ന നിലയിൽ എന്നെ കുറിച്ച് എന്റെ പേരൻസ് എന്താണ് പറയുക, ഇടവകയിലെ മറ്റ് പ്രിയപ്പെട്ടവർ എന്താണ് പറയുക, ചുറ്റുപാടുകളിൽ മാർത്തോമാ യുവജന സഖ്യാംഗം എന്നുള്ള നിലയിൽ ഞാൻ എന്താണ് ചെയ്യുന്നത്, പ്രധാനപ്പെട്ടുമെങ്കിൽ നമ്മുടെ പ്രവർത്തനം കൂടുതൽ മീനിങ്ഫുൾ ആയി തീരും. ഇനിയും നിങ്ങൾക്ക് എറണാകുളം ആലയമിന്റെ ആ ഒരു ബൗണ്ടറിയിൽ നിന്നുകൊണ്ട്, ആ ജൂറിസ്ഡിക്ഷനിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ നിങ്ങളുടെ ധർമ്മ ഉത്തരവാദിത്വം. നിങ്ങൾ എറണാകുളം സെന്ററിന്റെ ഭാഗമാണ്. അവിടെയുള്ള മുഴുവൻ ഇടവകളിലെയും യുവജനങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ ആ കൂട്ടത്തിന്റെ അതിന്റെ കൂടെ ആ ഗ്യാതറിങ്ങിന്റെ ഭാഗമായി ഒരുമിച്ച് കൂടുവാനും ആ പ്രവർത്തനങ്ങളിൽ നേതൃത്വം കൊടുക്കാനും നിങ്ങൾക്ക് സാധിക്കും. അതിനപ്പുറമായി നിങ്ങളുടെ സെന്റർ ചേരുന്ന ഒരു ഡയസിസ് ഉണ്ട്, കോട്ടയം കൊച്ചി ഡയസിസ്. അതിന്റെ പ്രവർത്തനങ്ങളിൽ പങ്കുചേരാനായിട്ട് സാധിക്കണം. ഈ ഡയസിസുകൾ ഉൾപ്പെടുന്ന ഒരു വിധമാണ് കേന്ദ്രം ലെവൽ എന്ന് പറയുന്നു, കേന്ദ്രതലം എന്ന് പറയുന്നു. അതിലും പ്രോഗ്രാമുകളുണ്ട്, പ്രോജക്റ്റുകളുണ്ട്. ഇവയിലൊക്കെ പങ്കെടുക്കാനായിട്ട് സാധിക്കും. ഈ നാളുകളിലൊക്കെ നമുക്കറിയാം, ഇപ്പൊ നമുക്ക് ഒരുമിച്ച് ചേർന്ന പ്രോഗ്രാമുകൾ ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ ഇപ്പോൾ എല്ലാം വെർച്വൽ മീറ്റിംഗ് ആണ്. അതുകൊണ്ട് എറണാകുളത്ത് നിന്ന് തിരുവല്ല വരണമെന്നില്ല ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ. എറണാകുളത്ത് നിന്ന് കോട്ടയത്ത് വരണമെന്നില്ല ഡയസിസിന്റെ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ. ഒരുപക്ഷെ നിങ്ങൾ വെർച്വൽ പ്ലാറ്റ്ഫോമിൽ ഈ പ്രോഗ്രാമുകളൊക്കെ പങ്കെടുക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം നിങ്ങൾക്ക് ഈ ലെവലിലൊക്കെ നടക്കുന്ന പ്രോഗ്രാമുകളാണെന്ന് മനസ്സിലാക്കി അതിൽ വേണ്ടതായിട്ടുള്ള നേതൃത്വം കൊടുക്കാനായിട്ട് കൂടെ നിങ്ങൾ ശ്രമിക്കുമ്പോഴാണ് നിങ്ങൾ യുവജന സഖ്യത്തിന്റെ ഭാഗമായി തീരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ പ്രവർത്തനങ്ങളെ ഡിഫറെന്റ് ലെവൽസ് ആണ്. അതാണ് റിയൽ പ്രവർത്തിക്കണം. അവിടെ പ്രോഗ്രാമുകളെ ഈ 4 തരത്തിൽ മനസ്സിലാക്കി നിങ്ങൾ എല്ലാവരും അതിന്റെ ഭാഗമാവും. അതുകൂടാതെ സെന്റർ, ഡയസിസ്, കേന്ദ്രങ്ങളിൽ ഉള്ള പ്രോഗ്രാമുകളിലും പങ്കെടുക്കുവാനും നേതൃത്വം കൊടുക്കാനും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കും. അങ്ങനെയാണ് നിങ്ങൾക്കും വളരാൻ സാധിക്കുന്നത്. നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും മറ്റുള്ളവർക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിനെ പ്രത്യേകമായി നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞു വന്നത്, ഇതിൽ പല പ്രോഗ്രാമുകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. ഒരു പ്രധാനപ്പെട്ട പ്രോഗ്രാമിനെ പറയാം ഞാൻ.
അത് 80th ഇയറിൽ, യുവജന സഖ്യത്തിന്റെ 80th ഇയർ അതിന്റെ സെലിബ്രേഷൻ ആനിവേഴ്സറി അത് ആന്ധ്രാപ്രദേശിൽ കടപ്പ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിലാണ്. ഇപ്പോൾ അത് YSR ഡിസ്ട്രിക്ട് എന്നാണ്. YS രാജശേഖർ റെഡ്ഡിയുടെ പേരിലാണ് ആ ഡിസ്ട്രിക്ട് അറിയപ്പെടുന്നത്. അവിടെ സഖ്യം ഗ്രാമം എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ഉണ്ട്, കടപ്പ മിഷൻ എന്നറിയപ്പെടുന്നു. 2015 അത് അതിന്റെ ഒരു ഇനിഷ്യൽ സ്റ്റേജിലൊക്കെയാണ് ഇപ്പോൾ. അവിടെ ഒരു പ്രോജക്റ്റ് നമ്മൾ ഏറ്റെടുത്തപ്പോൾ നമ്മുടെ ഒരു ആഗ്രഹം എന്ന് ആ വില്ലേജ് വോണ്ടിമിട്ട് എന്ന് പറയുന്ന ഒരു വില്ലേജ് ആണ്. ആ വില്ലേജിന്റെ ഡെവലപ്മെന്റ് ആണ്. അവിടുത്തെ യൂത്തിന്റെ എംപവർമെന്റ് ഉദ്ദേശം പ്രോജക്റ്റുകളാണ് തയ്യാറാക്കുന്നത്. ഇപ്പോൾ നമുക്ക് അവിടെ ഒരു ചെറിയ നഴ്സറി സ്കൂൾ ഉണ്ട്, അതിന് ഡെവലപ്പ് ചെയ്യേണ്ടിയിരിക്കും. അവിടെ ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നു. അതുപോലെ തന്നെ അവരുടെ യൂത്തിന് വേണ്ടി, അവരെ എംപവർ ചെയ്യാൻ വേണ്ടി അവർക്ക് പ്രത്യേകമായ പ്രോഗ്രാംസ്, പ്രോജക്ട്സ്, പ്രത്യേകിച്ച് ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള കോഴ്സസ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നു. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇങ്ങനെയൊക്കെയുള്ള ഇടങ്ങൾ നിങ്ങൾ പോയി കാണണം. ഇങ്ങനെയൊക്കെയുള്ള ഇടങ്ങളിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് എറണാകുളം യുവജന സഖ്യാംഗങ്ങൾ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ ഹൈലി ക്വാളിഫൈഡ് ആണ്, നല്ല എഡ്യൂക്കേഷൻ ലഭിച്ചതായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കുമ്പോൾ ഒക്കെ അവിടെ പോയി അവിടെയുള്ള കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ, അഡ്രസ് ചെയ്യുവാനൊക്കെ നിങ്ങൾക്ക് സാധിക്കും. അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. മറ്റ് വിവിധ തരത്തിലും ഈ മിഷനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. ഇത് മാർത്തോമാ സഭയുടെ യുവജന സഖ്യത്തിന്റെ സഭയ്ക്ക് അതുപോലെ മിഷനുകളുണ്ട്. ഇതിനെയൊക്കെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രോഗ്രാം എല്ലാ സൺഡേസിലും ഇപ്പം സൂമിലൂടെ ക്രമീകരിക്കുന്നുണ്ട്. ഇന്ന് തന്നെ ഇപ്പം 7 ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, അല്ല, ഓൺലൈൻ മ്യൂസിക് ഫെസ്റ്റ്. സഭയുടെ മിഷൻ പ്രവർത്തനങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. വയലേലകളിലെ വർത്തമാനം എന്നാണ് പ്രോഗ്രാം. അത് ഓരോ മിഷൻ ഫീൽഡുകളിൽ നിന്നുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു സൂം മീറ്റിംഗ് ആണ്. ഇന്ന് അതിൽ പങ്കെടുക്കുന്നത് ബഹുമാനപ്പെട്ട ജെയിംസ് അച്ഛൻ നേരത്തെ മിഷണറി ആയി പ്രവർത്തിച്ചിരുന്ന മിഷനും ഒറീസയിലുള്ളതായ കലഹി മിഷനുമാണ്. അവിടെ നേതൃത്വത്തിലാണ് അത് 7 മണിക്ക് അത് ചെയ്യുന്നത്. ഈ പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കുന്നത് നമ്മുടെ മിഷൻ പ്രവർത്തനങ്ങളെ കുറിച്ച് കൂടുതൽ അറിവും പരിചയവും ഒക്കെ ലഭിക്കുന്നതിന് മുഖാവും. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൊക്കെ പങ്കുചേരുന്നത് ഒക്കെയാണ് യുവജന സഖ്യാംഗമെന്നും ഈ സഭയുടെ ഭാഗമായി അഭിമാനിക്കുവാനും പങ്കുചേരുവാനും സാധിക്കുന്നു. അതില് നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയുണ്ടാകും. ഞാൻ 2-3 കാര്യങ്ങൾ കൂടെ വേദപുസ്തകത്തിൽ നിന്നും കൂടെ പറഞ്ഞ് എന്റെ വാക്കുകളെ നിങ്ങൾക്ക് ക്രൈസിസിന്റെ നടുവിലൂടെയാണ് പോകുന്നത്. ഈ പാൻഡമിക് എന്ന് അവസാനിക്കുമെന്നൊന്നും നമുക്കറിയില്ല. എന്നൊരു നോർമൽ ലൈഫിലേക്ക് വരുമെന്ന് അറിയത്തില്ല. പക്ഷെ ഇപ്പോൾ ഒരു ന്യൂ നോർമലിലേക്ക് നമ്മൾ പോയിരിക്കുകയാണ്, പുതിയൊരു കാര്യത്തിലേക്ക് പോയിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ജിനു അച്ഛനൊക്കെ അതിനെക്കുറിച്ച് പറഞ്ഞു. ഈ ക്രൈസിസിന് നടുവിൽ എങ്ങനെ ഇതിനെയൊക്കെ ഫേസ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് നമ്മുടെ ഒരു വിഷയം. ഭയങ്കരമായ ഒരു പോർഷനാണ് ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 13 വരെയുള്ള വാക്യം. ലൂക്ക് ചാപ്റ്റർ 20 onwards. കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിവസം വൈകിട്ട് സംഭവിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് അവിടെ, ഒരു സംഭവത്തെ കുറിച്ചാണ് അവിടെ വിവരിക്കുന്നത്. യമൂസ് സംഭവം എന്ന് പറയും, നമുക്ക് പരിചയമുള്ള ഭാഗമാണ്. അതിന്റെ വിശദീകരണങ്ങളൊന്നും ആവശ്യം. നമ്മളെ പോലെ തന്നെ അന്നുണ്ടായിരുന്ന 2 ചെറുപ്പക്കാരാണ്. അത് 2 പേരാണ്. ക്ലെയോപ്പാവ് സുഹൃത്ത്, കൂട്ടുകാരൻ. യേശുവിൽ പ്രതീക്ഷയുള്ളവരായിരുന്നു. പ്രവാചകൻ എന്ന് കരുതിയിരുന്നു, വീണ്ടെടുപ്പുകാരൻ എന്ന് കരുതിയിരുന്നു, രക്ഷിക്കാൻ വന്നവനാണെന്ന് കരുതിയിരുന്നു. പുതിയ പ്രതീക്ഷയോടുകൂടെയാണ് യേശുവിനെ എല്ലാവരും നോക്കിക്കണ്ടത്. പക്ഷെ ഒരു ദിവസം പിടിച്ച് അവനെ ക്രൂശിച്ചു കളഞ്ഞു. അവരുടെ പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ടു.
അവർ വേദനയിലായി, പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ട സമയത്ത് അവരിൽ നിന്ന് എമൂസിലേക്ക് ഓടിപ്പോവുകയാണ്. അതാണ് നമ്മൾ കാണുന്നത്. ഇന്ന് നമ്മള് ഈ വലിയ പാൻഡമിക്കിന്റെ നടുവിൽ, ഈ ക്രൈസിസിന്റെ നടുവിൽ, ലോകത്തിന്റെ നടുവിലൊക്കെ ആയിരിക്കുമ്പോൾ നമ്മൾ ഇതുപോലൊരു ചുറ്റുപാടിലാണ്. അവരുടെ മനസ്സിലെ ചിന്തകൾ എന്തായിരുന്നു ലൂക്കോസ് പറയുന്നുണ്ട്. അവർ സംസാരിക്കുമ്പോൾ തർക്കിക്കുന്നുണ്ട്, അവർ ദുഃഖം പങ്കുവയ്ക്കുന്നുണ്ട്, ആശങ്കപ്പെടുന്നുണ്ട്. കാരണം അവർ വലിയ പ്രതീക്ഷയോടെയാണ് യേശുവിന്റെ കൂടെ യാത്ര ചെയ്തു തുടങ്ങിയത്. പക്ഷേ ഇന്ന് ആ യേശു തന്നെ അവരെ നിരാശരാക്കിയിരിക്കുകയാണ്. ഒരു ഡിസപ്പോയിന്റ്മെന്റ് ഇൻ ക്രൈസ്റ്റ് എന്ന് പറയാം, ക്രിസ്തുവിൽ തന്നെ നിരാശരായിരിക്കുന്ന ഒരു അവസ്ഥ. കാരണം ക്രിസ്തുവിൽ ആരും അവരുടെ പ്രതീക്ഷ, ക്രിസ്തു തന്നെ അന്യമായി പോയിരിക്കുന്നു. അവർ പേടിച്ച് യെരുശലേമിൽ നിന്ന് ഓടുകയാണ്. എന്നാൽ അവിടെ 3 കാര്യങ്ങൾ സംഭവിക്കുന്നു. അതുകൊണ്ട് ആ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ വ്യക്തിപരമായി ഒരുപക്ഷെ നാം നേരിടുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുവാനും നമുക്ക് സാധിക്കും. ഒന്ന്, അങ്ങനെ വേദനയോടുകൂടെ പ്രയാസത്തോടുകൂടെയാണ് യാത്ര ചെയ്യുന്നെങ്കിലും അവരോട് ചേർന്ന് നടന്ന ഉണ്ടായിരുന്നു. അദൃശ്യനായി അവരോട് ചേർന്ന് നടക്കുന്ന ഒരു യേശു ഉണ്ടായിരുന്നു. 15 അവിടെ പറയുന്നുണ്ട്, സംസാരിക്കുകയും തർക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരോട് ചേർന്ന് യേശു നടന്നു. പക്ഷെ അവർക്ക് അത് കണ്ടില്ല. അതുകൊണ്ട് ഇന്ന് ഞാനും നിങ്ങളൊക്കെ പ്രയാസം നേരിടുമ്പോൾ ക്രിസ്തുവിന്റെ അദൃശ്യമായ സാന്നിധ്യം നമ്മളോടൊപ്പം ഉണ്ടെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകും. ഒന്നതാണ്. രണ്ടാമത് എനിക്ക് പറയുവാനുള്ളത്, അവിടെ നിന്നു സംസാരിച്ച് തർക്കിച്ച് മുന്നോട്ട് പോകുമ്പോൾ യേശു അവരോട് ചേർന്ന് നടന്നിട്ട് ചോദിക്കും, നിങ്ങൾ എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത്? അപ്പോൾ അവരവരുടെ കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പോൾ അവരോട് യേശു ഒരു കാര്യം പറയുന്നു. യേശു പറയുന്ന കാര്യങ്ങൾ അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകന്മാരിൽ നിന്ന്, തിരുവഴുത്തിൽ നിന്ന് എല്ലാം പറഞ്ഞു കൊടുത്ത് അവരെ മനസ്സിലാക്കുക. അവര് ഈ യേശുവിനെ കുറിച്ച്, അല്ലെ യേശുവിന്റെ മരണത്തെ കുറിച്ച്, യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചൊക്കെ കൺഫ്യൂസ്ഡ് ആയിരിക്കുമ്പോൾ യേശു തന്നെ അവർക്ക് അതെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് ഈ ക്രൈസിസിന്റെ നടുവിൽ നാം ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സംഗതി, ഇതിനെല്ലാം നമ്മൾ നമ്മുടേതായ ഉത്തരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കാതെ, കൺക്ലൂഷനിലെത്താതെ, ഈ പ്രശ്നങ്ങളെയൊക്കെ ദൈവത്തിന്റെ കണ്ണിലൂടെ, ക്രിസ്തുവിന്റെ കണ്ണിലൂടെ, ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം. അത് നമ്മുടെ പേഴ്സണൽ ഇഷ്യൂസ് ആണെങ്കിലും, ഇപ്പോൾ നാം അഭിമുഖീകരിക്കുന്നതായിട്ടുള്ള ഈ ക്രൈസിസ് ആണെങ്കിലും, ഈ രോഗത്തിന്റെ, ഈ COVID-19 സാഹചര്യത്തിലാണെങ്കിൽ. ഒരു കാര്യം കൂടെ പറയാം. അവര് അങ്ങനെ മുന്നോട്ട് നടന്നു പോകുമ്പോൾ, അവരുടെ ഗ്രാമത്തിനടുത്ത് എത്തിയപ്പോൾ യേശു അവരിൽ നിന്ന് മുന്നോട്ട് നടന്നു പോകുന്നതായിട്ടുള്ള ഭാവം കാണിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർ പറയുകയാണ്, ഞങ്ങളോടുകൂടെ പാർക്കണം, സന്ധ്യയാവുകയാണ്, ഞങ്ങളോടുകൂടെ പാർക്കണം. അവർ നിർബന്ധിക്കുമ്പോൾ അവരോടൊപ്പം താമസിക്കുവാനായിട്ട് പോവുകയാണ്. യേശു അവരോടൊപ്പം അന്ന് വൈകിട്ട് കൂടുകയാണ്. അന്ന് വൈകിട്ട് വീണ്ടും ഒരു വിശുദ്ധ കുർബാന അവിടെ നടന്നതായി കാണുന്നു, ഒരു ഫെലോഷിപ്പ് അവിടെ നടക്കും. അപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത്? അവർക്ക് അവരുടെ കണ്ണുകൾ നിന്ന് യേശുവിനെ കണ്ടു. ക്രിസ്തുവുമായിട്ടുള്ള ഒരു ഫെലോഷിപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ക്രൈസിസുകളെയൊക്കെ അതിജീവിപ്പാൻ. ഇന്ന് ഈ പാൻഡമിക്, ഈ COVID-19 എന്നുള്ള രോഗബാധ മുൻപോട്ടുള്ള നമ്മുടെ എങ്ങനെയാണ്, മുൻപോട്ട് എങ്ങനെ നമ്മൾ പോകും എന്നുള്ളതിനെ കുറിച്ച് സംശയിച്ചു നിൽക്കുന്നെങ്കിൽ, ഇതപ്പുറമായി മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് കഴിയുമെന്നുള്ള വലിയ ദർശനം കാണുവാൻ ക്രിസ്തുവുമായിട്ടുള്ള കൂട്ടായ്മ, ക്രിസ്തുവിനോട് ചേർന്നുള്ള കൂട്ടായ്മ സഹായിക്കും. 3 കാര്യങ്ങളാണ് പറയാൻ ശ്രമിച്ചത്. ഈ ക്രൈസിസിന്റെ നടുവിൽ എങ്ങനെ നമുക്ക് ജീവിക്കാൻ സാധിക്കും? ഒന്ന്, ക്രിസ്തുവിന്റെ അദൃശ്യമായ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. നമ്മളോടൊപ്പം അവൻ എപ്പോഴും ഉണ്ട്. 2, ക്രിസ്തുവിന്റെ കണ്ണിലൂടെ ഈ ലോകത്തെ കാണാൻ, ഈ ലോകത്തിന്റെ പ്രശ്നങ്ങളെ, അല്ലെ ഇന്ന് നാം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ നോക്കിക്കാണാൻ സാധിക്കണം. ഈ അടിസ്ഥാനത്തിൽ ഇവയെ വിവേചിച്ചറിയാൻ സാധിക്കണം. 3, ക്രിസ്തുവുമായിട്ടുള്ള ഒരു കൂട്ടായ്മയിലേക്ക്, ഫെലോഷിപ്പിലേക്ക് പ്രവേശിച്ച് പുതിയ ദർശനമുള്ളവരായി
എ വിഷൻ ബിയോണ്ട് ദിസ് ക്രൈസ്റ്റ്. ഈ അപ്പുറമുള്ള ഒരു ദർശനത്തിലേക്ക് നാം എത്തിച്ചേരണം. അതിന് നമുക്ക് സാധിക്കുമെങ്കിൽ, അതിന് സഹായകരമായിട്ടുള്ള പരിപാടികൾ നാം ക്രമീകരിക്കുമെങ്കിൽ, ഈ പ്രാവശ്യത്തെ യുവജന സഖ്യത്തിന്റെ ശാഖയുടെ ഏറെ മീനിങ് ആയിത്തീരും. അതുകൊണ്ട് നിങ്ങൾക്ക് നന്മയുണ്ടാവും. നിങ്ങൾ മാത്രമല്ല, നിങ്ങൾ ഉൾപ്പെടുന്നതായിട്ടുള്ള ഇടവക, ആ ഇടവക ഉൾപ്പെടുന്നതായിട്ടുള്ള ആ സൊസൈറ്റി, അതിലൊക്കെ വലിയ ക്രിയാത്മകമായിട്ടുള്ള സ്വാധീനം ചെലുത്തുവാനായിട്ട് നിങ്ങൾക്കും സാധിക്കും. അതിനെ ബഹുമാനപ്പെട്ട അച്ഛന്മാർ നല്ല നേതൃത്വം നിങ്ങൾക്ക് നൽകും. നിങ്ങളുടെ സീനിയേഴ്സ് ഗൈഡ് തരും. അങ്ങനെയായി തീരുമ്പോൾ ആത്യന്തികമായി യേശുക്രിസ്തുവിനെ കർത്താവും ദൈവവും രക്ഷിതാവുമായി സ്വീകരിച്ച ഒരു യുവജന സഖ്യാംഗം ഈ സമൂഹത്തിൽ എങ്ങനെ ആയിരിക്കണമെന്ന് ചുറ്റുപാടുകൾ മനസ്സിലാക്കും. അത് ഈ വർഷത്തെ പ്രവർത്തനങ്ങളിൽ മാത്രമല്ല, ഇനിയുള്ള കാലങ്ങളിലെല്ലാം ആരാധനയും പഠനവും സാക്ഷ്യമുള്ളവരായി സേവന സന്നദ്ധരായി പ്രവർത്തിക്കുന്നതിന് ഈ വർഷത്തെ ക്ഷേമാർത്ഥമായ യുവജന സഖ്യത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെ നിങ്ങൾ ഓരോരുത്തരും പ്രചോദിതരായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട്, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ വർഷയുടെ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തതായി ബഹുമാനമുള്ള അച്ഛന്മാരുടെയും നിങ്ങളുടെ ഓരോരുത്തരുടെയും അനുവാദത്തോടെ പ്രഖ്യാപിച്ചുകൊണ്ട്, ഒരിക്കലൂടെ നിങ്ങളോട് എല്ലാവരോടും ബഹുമാനപ്പെട്ട അച്ഛന്മാരോട് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കും. ക്ഷണം സ്വീകരിച്ച് ഈ വിർച്വൽ പ്ലാറ്റ്ഫോമിൽ ഞങ്ങളോടൊപ്പം സംബന്ധിച്ച് നല്ല ഒരു സന്ദേശം നൽകി തന്നു. ഇതിന്റെ സാമീപ്യത്തിനായിട്ടും സന്ദേശത്തിനായിട്ടും ഒക്കെ പ്രത്യേകമായിട്ട് ശാലേം മർദ്ദമ്മ യുവജന സഖ്യത്തിന്റെ പേരിലുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. തുടർന്നുള്ള പ്രവർത്തനങ്ങളിലെല്ലാം അച്ഛൻ്റെ നിർദ്ദേശങ്ങളും ഒക്കെ ലഭിക്കും എന്നുള്ള പ്രതീക്ഷയും ഞങ്ങൾക്കുണ്ട്. അച്ഛൻ്റെ പ്രവർത്തനങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ആശംസ പ്രസംഗം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ജെയിംസൺ കോശിയച്ചനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ജോൺ മാത്യു അച്ഛൻ, ജിനു അച്ഛൻ, മറ്റ് യുവജന സഖ്യത്തിന്റെ പ്രവർത്തകരെ, സന്തോഷകരമായ ഒരു ദിവസമാണിത്. നമുക്ക് ഇന്ന് ഉണ്ടായിരിക്കുന്ന പരിമിതികളുടെ മധ്യത്തിൽ ഇത്രയും യുവതി യുവാക്കൾ ഈ കുടിവരവിന്റെ ഭാഗമാകുന്നു എന്നുള്ളതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. തീർച്ചയായും അതിന് പുറകിൽ ഇപ്പോൾ ചുമതലയിലായിരിക്കുന്ന പുതിയ നേതൃത്വം, യുവജന സഖ്യത്തിന്റെ ശാഖ നേതൃത്വം പെട്ടിരിക്കുന്ന ഓരോരുത്തരും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ താല്പര്യപൂർവ്വം, കഴിഞ്ഞ 2 ആഴ്ചകളിൽ വളരെ താല്പര്യപൂർവ്വം അധ്വാനിച്ചു എന്നുള്ളത് എനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. അവരെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. പുതുതായി കുറേയേറെ ആളുകൾ, യുവജനങ്ങൾ, യുവതി യുവാക്കൾ കഴിഞ്ഞ ആഴ്ചയിലും ഇന്നും സംബന്ധിക്കുന്നു എന്നുള്ളതും ഒരു നല്ല പ്രതീക്ഷ നൽകുന്ന ഒരു അനുഭവമാണ്. ഇന്ന് നമുക്ക് പ്രിയപ്പെട്ട യുവജന സഖ്യത്തിന്റെ കേന്ദ്ര ജനറൽ സെക്രട്ടറി അച്ഛനിലൂടെ എന്താണ് മാർത്തോമ്മ യുവജന സഖ്യത്തിന്റെ അംഗം എന്നുള്ള നിലയിൽ നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, എന്തായിരിക്കണം നമ്മുടെ ജീവിതവും പ്രവൃത്തികളും എന്നുള്ളത് അച്ഛൻ വളരെ ശാന്തമായി നമ്മോട് പങ്കുവച്ചു. ഈ വർഷത്തെ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ഏകദേശമൊക്കെയുള്ള രൂപരേഖ തയ്യാറാക്കിയിട്ടുണ്ട് എങ്കിൽ പോലും പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് അതിനപ്പുറമായി ഈ ചിന്തകളുടെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ പ്രവർത്തിക്കുവാൻ ചെയ്യുവാൻ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ വെറും ഒരു സാമൂഹ്യ സേവനം എന്നുള്ളതിനപ്പുറമായി യേശു ക്രിസ്തുവിനെ കാണുവാൻ നമ്മിലൂടെ, നമ്മുടെ ശുശ്രൂഷയിലൂടെ ലോകത്തിന് കഴിയുന്നതിന് നമുക്ക് ഒരുങ്ങുവാൻ നമുക്ക് കഴിയണം. യുവജന സഖ്യ പ്രവർത്തനങ്ങളെ നമ്മുടെ വ്യക്തിപരമായ ഒരു അനുഭവമായി കാണാൻ കഴിയണം. നിങ്ങളുടെ പഠനവും മറ്റു ജോലി കാര്യങ്ങളെയും ഉപേക്ഷിച്ച് ഇതിനു വേണ്ടി പോകണം എന്നുള്ളതല്ല.
അത് കഴിഞ്ഞാലുള്ള ഒരു പ്രയോറിറ്റി നമ്മുടെ ഈ യുവജന സഖ്യത്തിന്റെ സഭയുടെ ശുശ്രൂഷകൾക്ക് നൽകാൻ നമുക്ക് കഴിയുമ്പോഴാണ് അത് അപ്രകാരം ഈ ശുശ്രൂഷ അനുഗ്രഹമാകുന്നത്. പ്രിയപ്പെട്ട ജോൺ മാത്യു അച്ഛൻ ഇന്ന് മാർത്തോമാ യുവജന സഖ്യത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അച്ഛനെ മല്ലപ്പള്ളി സെൻട്രൽ യുവജന സഖ്യത്തിന്റെ സെക്രട്ടറിയായി ചുമതല ഏൽക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അച്ഛൻ്റെ വീട്ടിൽ ചെന്ന് അച്ഛൻ്റെ മാതാപിതാക്കളുടെ മുമ്പിൽ വെച്ച് അച്ഛനെ നിർബന്ധിച്ച ആ സംഭവമൊക്കെ ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്. ആ ഒരു അനുഭവത്തിൽ നിന്ന് അച്ഛൻ ഇന്ന് മാർത്തോമാ സഭയിലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വൈദികനായി രണ്ടാം തവണയാണ് അച്ഛൻ ഇപ്പോൾ യുവജന സഖ്യം ജനറൽ സെക്രട്ടറി ആയി തുടരുന്നത്. അത് കാണുമ്പോൾ അച്ഛനുള്ള സന്തോഷം പോലെ തന്നെ അതിനപ്പുറമായ ഒരു പക്ഷെങ്കിൽ സന്തോഷവും അഭിമാനവും ഒക്കെ എന്നെ പോലുള്ള പലർക്കുമുണ്ട്. ഇത് ഞാൻ പറഞ്ഞത് അച്ഛനെ പുകഴ്ത്തി പറയാനല്ല, കാരണം ഞാൻ അച്ഛനെ പുകഴ്ത്തി പറഞ്ഞാൽ അച്ഛനറിയാൻ ഞാൻ എവിടം വരെ പോകുന്നുണ്ട്. മറിച്ച് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു മോഡലാകാൻ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു സ്വാധീനം ചെലുത്താൻ ഉള്ള ഒരവസരമായിട്ടാണ് ഞാൻ സൂചിപ്പിച്ചത്. തീർച്ചയായും അച്ഛൻ്റെ ശുശ്രൂഷ സഖ്യത്തിന്റെ ചരിത്രത്തിൽ വളരെ പ്രത്യേകമായി എടുത്ത് രേഖപ്പെടുത്തിയിട്ടുള്ള വർഷങ്ങളാണ്. അത് ഒരു പക്ഷെങ്കിൽ ഈ 2-3 വർഷങ്ങളുണ്ടായ പ്രകൃതിക്ഷോഭങ്ങളും ഒക്കെ ആണെങ്കിൽ പോലും അതിനെ വളരെ ഭംഗിയായി കൈകാര്യം ചെയ്യാൻ നേരിടാൻ അച്ഛൻ്റെ നേതൃത്വത്തിന് കഴിയും. നമുക്കൊക്കെ ഇത് കഴിയുന്നവരാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് കഴിയുന്നവരാണ്. അതുകൊണ്ട് അച്ഛനെ ഇന്ന് ക്ഷണിക്കാൻ മുൻകൈ എടുത്തത് ജിനുവച്ചനാണ്, ഞാനല്ല. പക്ഷെ അച്ഛൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് ഓരോരുത്തർക്കും, യുവജനസഖ്യാംഗങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു വെല്ലുവിളിയായി, ഒരു മോഡലായി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഈ വർഷത്തെ ചുമതലക്കാർ വളരെ പ്രതീക്ഷയോടുകൂടി തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ ശ്രമിക്കുന്നു. അതിന് ഇടവകയുടെ എല്ലാവിധമായ പിന്തുണ ഉണ്ടാവും. ഏറ്റവും മെച്ചമായി യുവജനസഖ്യം പ്രവർത്തിക്കണം എന്നുള്ളതാണ് ഇടവക ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് പ്രായമായ ഞാനങ്ങ് മാറി ജിനുവച്ചനെ നിങ്ങൾക്ക് കിട്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് വളരെ പ്രയോജനപ്പെടുത്താൻ കഴിയണം, ഭംഗിയായി ചെയ്യാൻ കഴിയണം. അതിന് ദൈവം തമ്പുരാൻ നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. പ്രിയപ്പെട്ട ജോൺ മാത്യു അച്ഛന് പ്രത്യേകമായ നന്ദി ശാലേം മാർത്തോമ ഇടവകയുടെ പേരിൽ അർപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സെക്രട്ടറി ബിനു തമ്പി നമ്മുടെ ഈ പുതിയ വർഷത്തെ പ്രവർത്തനങ്ങൾ വളരെ പരിമിതികളുടെ മധ്യത്തിലാകുന്നുവല്ലോ. അപ്പോൾ ഈ സാഹചര്യത്തിൽ നമ്മൾ നടത്തുവാനായിട്ട് ഉദ്ദേശിക്കുന്ന പ്രോഗ്രാമുകളെ പറ്റി ചെറിയൊരു വിശദീകരണം, അതോടൊപ്പം തന്നെ വോട്ട് ഓഫ് താങ്ക്സും ഇപ്പോൾ നിർവഹിക്കുന്നതാണ്. എല്ലാവർക്കും കേൾക്കാമോ? കേൾക്കാം കേൾക്കാം. നമ്മ ഈ പ്രാവശ്യം എല്ലാവർക്കും അറിയാവുന്ന പോലെ കൊറോണ നമ്മൾ ശരിക്കും എന്താ പറയാ, ശരിക്കും നമ്മളെ താഴ്ത്തി. നമ്മളിപ്പോ ഫുൾ ഓൺലൈൻ ക്ലാസ്സിലോട്ട് നമ്മൾ കടന്നു. നമുക്ക് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടാൻ പറ്റുന്നില്ല. ആ കൂടി നമുക്ക് ഈ യുവജന സഖ്യത്തിന്റെ മീറ്റിംഗ് എല്ലാം കണ്ടക്ട് ചെയ്യാൻ പറ്റണമെങ്കിൽ സൂം ആപ്ലിക്കേഷൻ കൊണ്ട് മാത്രമാണ്. അപ്പൊ നമുക്ക് ഈ പ്രാവശ്യം കുറെ ലിമിറ്റേഷൻസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എല്ലാ വർഷവും ഇനോഗ്രേഷൻ സമയത്ത് നമ്മൾ ഇയർ പ്ലാൻസ് നമ്മൾ ചെയ്യുന്നതാണ്. ഇപ്രാവശ്യം നമുക്ക് ഇയർ പ്ലാൻ നോക്കിയപ്പോൾ നമുക്ക് ഈ ഓൺലൈൻ വഴി എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് ഞങ്ങൾ കമ്മിറ്റി ആയിട്ട് ആലോചിച്ച് ഒരു 2-3 കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലോട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ആദ്യമായി തന്നെ എല്ലാവർക്കും അറിയാവുന്ന പോലെ നമുക്ക് ഈ സൂം മീറ്റിങ്ങിലോട്ട് പുതിയ യുവജനങ്ങളെ കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ കമ്മിറ്റികളെല്ലാം ആദ്യം തീരുമാനിച്ചത്. അപ്പൊ അതില് കഴിഞ്ഞ 2-3 ആഴ്ചകളായി, 2-3 ഞായറാഴ്ചകളായി ഞങ്ങൾ മാക്സിമം ഞങ്ങളുടെ കമ്മിറ്റിയും ഞങ്ങളെല്ലാവരും അച്ഛനും എല്ലാവരും ഇതുകൊണ്ട് നമ്മൾ ഈ കുറെ പിള്ളേരെ, പുതിയ പിള്ളേരെ നമ്മൾ ഈ യുവജന സംഘത്തിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഇനിയും കൊണ്ടുവരാൻ സാധിക്കണം. അതാണ് നമ്മൾ ആദ്യമായി തീരുമാനിച്ച കാര്യം. പിന്നെ നമ്മൾ ഇപ്പൊ എല്ലാം ഓൺലൈൻ ആണല്ലോ. അപ്പൊ ഈ നമ്മുടെ പള്ളിയിൽ ഏതെങ്കിലും വിധത്തിൽ ഈ ഓൺലൈൻ ഈ ലാപ്ടോപ്പും അല്ലെങ്കിൽ ടാബും ഇപ്പൊ ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ നടക്കുന്ന സമയത്ത് അതൊന്നും ഇല്ലാത്ത
കുട്ടികൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അവർക്ക് വേണ്ടി യൂത്ത് ലീഗ് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് ഞങ്ങൾ രണ്ടാമത്തെ ആലോചിച്ചത്. അപ്പൊ അവർക്ക് ഞങ്ങളുടെ ചാരിറ്റി ഫണ്ടിൽ നിന്ന് നമുക്ക് പറ്റാവുന്ന രീതിയിൽ അവർക്ക് ഒരു ലാപ്ടോപ്പോ ടാബോ എന്തെങ്കിലും സ്റ്റഡി മെറ്റീരിയലോ കൊടുക്കാമെന്നാണ് രണ്ടാമത്തെ അജണ്ടയിൽ ഞങ്ങൾ തീരുമാനിച്ചത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞങ്ങൾ ഇനി വരുന്ന ഓൺലൈൻ ക്ലാസ്സുകൾ, ഇനി വരുന്ന സൂം ക്ലാസ്സുകളിൽ ഞങ്ങൾ കൗൺസിലിംഗ് ക്ലാസ് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മളെല്ലാവരും വീട്ടിൽ ഒറ്റയ്ക്കാണ്, പാരൻസ് ഉണ്ട്, അതല്ല എന്നാലും നമ്മൾ ഫ്രണ്ട്സിനെ കാണുന്നില്ല, ആരും അങ്ങോട്ട് വീട്ടിൽ പോയി നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന അവസരമല്ല. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ഈ കൗൺസിലിംഗ് ക്ലാസ്സും മെന്റൽ ഹെൽത്ത് ക്ലാസ്സും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമ്മൾ മാനസികമായി തളർന്നിരിക്കുന്ന സമയത്ത് നമുക്ക് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ്. അതിനുവേണ്ടി നമുക്ക് ഞങ്ങളുടെ യുവജന സഖ്യങ്ങൾ എല്ലാ അംഗങ്ങളും നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് എന്ത് വേണേൽ ഞങ്ങളോട് ഷെയർ ചെയ്യാം. അത് മാത്രമല്ല, ഞങ്ങൾ അതിനു വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് ഞങ്ങൾ ഏർപ്പെടുത്താൻ തീരുമാനിക്കുന്നുണ്ട്. വരുന്ന ഞായറാഴ്ചകളിൽ ഞങ്ങൾ മാക്സിമം ഈ മെന്റൽ ഹെൽത്ത് ക്ലാസ്സും കൗൺസിലിംഗ് ക്ലാസ്സും ഞങ്ങൾ അച്ഛന്മാരായിട്ട് തീരുമാനിച്ച് പുതിയ പുതിയ കാര്യങ്ങൾ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. പിന്നെ നാലാമതായി ഞങ്ങളൊരു പ്രയർ മീറ്റിംഗ് അറേഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ എല്ലാ ഞായറാഴ്ചയും രാത്രി നമ്മൾ യുവജന സെക്ടർ കുറച്ച് അംഗങ്ങൾ കൂടി മാക്സിമം പാർട്ടിസിപ്പേഷനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കൂടി ചെറിയൊരു പ്രയർ സെക്ഷൻ പോലെ ഈ ക്രൈസിസ് കാലഘട്ടത്തിൽ നമ്മൾ എല്ലാവർക്കും വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി ചുമ്മാ ഒന്ന് കൂടുക. അതിന് എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഈ 4 കാര്യങ്ങളാണ് ഞങ്ങൾ ഈ പ്രാവശ്യം ഈ കോവിഡ് ഈ ലിമിറ്റേഷൻസ് ഉള്ളിൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഞങ്ങൾ മാക്സിമം ഞങ്ങൾ ട്രൈ ചെയ്തു, ഞങ്ങൾ നോക്കി. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ എന്നെയോ അല്ലെങ്കിൽ ലേഡി സെക്രട്ടറി സാറയോ അല്ലെങ്കിൽ അച്ഛന്മാരെയോ കോൺടാക്ട് ചെയ്താൽ മതി. ഞങ്ങൾ നിങ്ങളുടെ ഐഡിയാസ് ഞങ്ങൾ എന്തായാലും ചിന്തിക്കുന്നതാണ്. യു ക്യാൻ ഷെയർ എവറിത്തിങ്. എന്ത് കാര്യം വേണേൽ ഞങ്ങളോടത്ത് പറയാം. നിങ്ങളുടെ ഐഡിയാസ് ഞങ്ങൾ ഷെയർ ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ തീരുമാനിച്ച കാര്യങ്ങൾ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി ഞാൻ വോട്ട് ഓഫ് താങ്ക്സിലോട്ട് കിടക്കാനാണ്. ആദ്യമായി തന്നെ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് റവൻ ജോൺ മാത്യു അച്ഛനെ വലിയൊരു താങ്ക്സ് പറയുന്നു. അച്ഛൻ നമ്മുടെ ജനറൽ സെക്രട്ടറി, മാർത്തോമ യുവജന സെക്രട്ടറി ജനറൽ സെക്രട്ടറി ആണല്ലോ. അപ്പം അച്ഛൻ നമ്മൾക്കിപ്പോൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നു, ഒരു യുവജന സഖ്യം അംഗം എങ്ങനെ ആവണമെന്നുള്ളത്. അപ്പോൾ അച്ഛൻ പറഞ്ഞ 4 കാര്യങ്ങൾ സ്റ്റഡി, വീക്ക്നെസ്, സർവീസ് ആൻഡ് വർഷിപ്പ് ആണ്. അപ്പൊ ആ 4 കാര്യങ്ങൾ നമ്മൾ യുവജന സഖ്യം എത്രയും കോൺസെൻട്രേറ്റ് ചെയ്യണം. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇനിയുള്ള മുൻപോട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നേരിടേണ്ടത്. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ഇനിയും പോരാടണം. ഇത്രയും നല്ലൊരു മെസ്സേജ്, ഇത്രയും നല്ലൊരു ക്ലാസ് എടുത്ത് തന്ന എത്രയും പ്രിയപ്പെട്ട റവറൻ ജോൺ മാത്യു അച്ഛനെ ഞാൻ എല്ലാവരും പേരിൽ നന്ദി അറിയിച്ചുകൊള്ളുന്നു. പിന്നെ നമ്മുടെ എത്രയും പ്രിയപ്പെട്ട വലിയച്ഛൻ റവറൻ ജെയിംസ് എം കോശി അച്ഛൻ നമ്മുടെ എല്ലാ കാര്യത്തിനും എന്തു പറഞ്ഞാലും അച്ഛൻ്റെ അടുത്തോടെ നമുക്ക് ചെല്ലാം. അച്ഛന് എല്ലാ കാര്യവും നീ അത് ചെയ്തോ, ഞാൻ കൂടെ നിൽക്കാം എന്നൊരു അഭിപ്രായമാണ് എപ്പോഴും ഉള്ളത്. അപ്പോൾ അച്ഛനും പിന്നെ മിനി കൊച്ചമ്മയ്ക്കും ഞാൻ ഈ സമയത്ത് വലിയൊരു താങ്ക്സ് പറയുന്നു. പിന്നെ അടുത്തതായി നമ്മുടെ എത്രയും പ്രിയപ്പെട്ട കൊച്ചച്ഛനെ താങ്ക്സ് പറയുന്നു. റവറൻ ജിനു ജോൺ അച്ഛൻ നമ്മുടെ യുവജന സെക്രട്ടറിന്റെ പ്രസിഡന്റ് ആണല്ലോ. അച്ഛൻ്റെ അടുത്ത് നമുക്ക് എന്ത് വേണമെങ്കിൽ പറയാം, അച്ഛൻ്റെ അടുത്ത് എന്ത് ഐഡിയാസ് വേണമെങ്കിൽ പറയാം, ഒരു കുഴപ്പമില്ല. അച്ഛൻ ഇങ്ങോട്ട് നമുക്ക് കുറെ ഐഡിയാസ് ഒക്കെ പറഞ്ഞു തരും, നമുക്ക് കുറെ പ്രോത്സാഹനം തരും. നിങ്ങൾ എന്ത് വേണമെങ്കിൽ പറഞ്ഞു, നമുക്കത് ചെയ്യാം എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് അച്ഛൻ നമ്മുടെ അടുത്ത് എപ്പോഴും മിങ്കിൾ ചെയ്യാറും. എല്ലാ കാര്യത്തിനും എപ്പോഴും വിളിക്കും, എപ്പോഴും രാത്രി സമയത്ത് വിളിക്കും, പിന്നെ നമുക്ക് ഇങ്ങനെ ചെയ്താലോ, നമുക്ക് അങ്ങനെ ചെയ്താലോ എന്ന് ചോദിക്കും അച്ഛൻ. അപ്പൊ അതിനുവേണ്ടി ഇത്രയും സപ്പോർട്ടും പ്രയറും എല്ലാത്തിനും കൂടി നിൽക്കണ വലിയ കൊച്ചച്ഛനും കൊച്ചമ്മയ്ക്കും ഞാൻ ഈ സമയത്ത് നന്ദി അറിയിച്ചുകൊള്ളുന്നു. പിന്നെ നമ്മുടെ എത്രയും പ്രിയപ്പെട്ട സീനിയേഴ്സിന് എന്ത് കാര്യത്തിനും നമുക്ക് അവരോട് ചോദിക്കാം, നമുക്ക് അവരോട് അഭിപ്രായം ചോദിക്കാം. എല്ലാ കാര്യത്തിനും അവർ സപ്പോർട്ടാണ്. ഞാനിപ്പോ സെക്രട്ടറി, ഇതിനു മുമ്പ് എൻ്റെ ചേട്ടനാണ് സെക്രട്ടറി. അപ്പൊ ചേട്ടന്റെ സമയത്ത് അവരുടെ ഒരു എക്സ്പീരിയൻസ് ഞങ്ങളോട് ഷെയർ ചെയ്യാൻ അവർ എപ്പോഴും തയ്യാറായിരുന്നു. അപ്പൊ നമുക്ക് എന്ത് കാര്യങ്ങളായാലും നമുക്ക് അവരോട് അഭിപ്രായം ചോദിക്കാം. അവരെങ്ങനെ ചെയ്തതെന്ന് നമുക്കറിയാം. അവരുടെ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുമ്പോൾ നമുക്കത് വലിയൊരു കാര്യമാണ്. അപ്പൊ അതിന് അവരെ വലിയൊരു
താങ്ക്സ് ഈ സമയത്ത് അറിയിച്ചു കൊള്ളുന്നു. പിന്നെ ഞങ്ങളുടെ കമ്മിറ്റി അംഗങ്ങൾ, ഏരിയ റെപ്സ് ആൻഡ് മറ്റ് റെപ്രസെൻറ്റേറ്റീവ്സ്, അവരെല്ലാവരും ഈ പുതിയ പിള്ളേരെ വിളിക്കാനും പുതിയ ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യാനും പുതിയ ആൾക്കാരെ യുവജന സംഘത്തിലോട്ട് കൊണ്ടുവരാൻ അവർ കുറെ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് ഈ സമയത്ത് ഞാൻ വലിയൊരു താങ്ക്സ് പറയുന്നു. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഞാൻ എല്ലാ യുവജന സഖ്യം ഇപ്പൊ ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തതുമായ എല്ലാ യുവജന അംഗങ്ങളെയും ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു. എല്ലാവർക്കും വലിയൊരു താങ്ക്സ്. ഇനിയും സൂം മീറ്റിംഗ് നിങ്ങൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. എല്ലാ ഞായറാഴ്ച 4 മണിക്കാണ് മീറ്റിംഗ്. എല്ലാവരും ആ മീറ്റിംഗിൽ സംബന്ധിക്കാൻ നോക്കുക. എല്ലാ പരിപാടിയും ജസ്റ്റ് ഒരു മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ മാക്സിമം, അത്രേ ഉള്ളൂ ഒരു ഞായറാഴ്ച. അത് നമുക്ക് എല്ലാവർക്കും കൂടാൻ പറ്റിയ ഒരു സമയമാണ്. ആ സമയത്ത് എല്ലാവരും വരണം, എല്ലാവരും പങ്കെടുക്കണം. എല്ലാവരും സപ്പോർട്ടും പ്രയറും ഇനിയും വേണം. നിങ്ങൾക്ക് എന്ത് കാര്യം വേണമെങ്കിൽ നിങ്ങളോട് ഷെയർ ചെയ്യാം. അപ്പൊ ഈ സമയത്ത് ഞാൻ എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് തരുന്നു. അച്ചോ. ഒരു കാര്യം കൂടി. അപ്പൊ കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ ടീം ടോക്ക്, നമ്മുടെ പള്ളി ഹോസ്റ്റ് ചെയ്ത ടീം ടോക്കിൽ നമ്മുടെ ഒരു ഹാഫ് ഓഫ് ദ യൂത്ത് ലീഗ് ആയിരുന്നു. അതിൽ ഒരു 30+ യൂത്ത് മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ ഇനിയും 2 ഫ്രൈഡേയും കൂടി അതിന്റെ ക്ലാസ് ഉണ്ട്. ഇനിയും ടീം ടോക്ക് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അത് നല്ലൊരു പ്രയോജനകരമായ ക്ലാസ് ആയിരുന്നു. ഇനിയും നമുക്ക് ഈ 2 വെള്ളിയാഴ്ചകൾ ക്ലാസ് വരുന്നുണ്ട്. അപ്പൊ അതിലും നിങ്ങൾ എല്ലാ യുവജന സഖ്യങ്ങളും മാക്സിമം പങ്കെടുക്കാൻ ശ്രമിക്കണം. അത് രാത്രി 7 മണിക്കാണ്. അപ്പൊ എല്ലാവർക്കും ജോബൊക്കെ കഴിഞ്ഞ് ക്ലാസ് ഒക്കെ ഉണ്ടാവാത്തൊരു സമയമാണ് അത്. മാക്സിമം നിങ്ങൾ അതിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പൊ അതുകൊണ്ടേ ഉള്ളൂ. താങ്ക് യു ഓൾ. പിന്നെ പറഞ്ഞതുപോലെ നമ്മുടെ ടീം ടോക്ക് നമുക്ക് പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോം കൂടെയാണ്. നമുക്കത് പല കാര്യങ്ങളും പഠിക്കാനും വളരാനും ഒക്കെ സാധിക്കും. നിങ്ങളെല്ലാവരും അതിൽ സംബന്ധിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നു. ഈ വെള്ളിയാഴ്ചയുണ്ട്, അതിൻ്റെ 2ാമത്തെ സെഷനാണ് അതുള്ളത്. എല്ലാവരെയും ഒരിക്കൽ കൂടി അതിലേക്ക് ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട ജെയിംസ് അച്ഛൻ ഇപ്പോൾ പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. റെപ്പറ്റീഷൻ ആണെങ്കിൽ പോലും പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് വീണ്ടും ഞാൻ ടീം ടോക്സിനെ കുറിച്ചൊന്ന് പറയാണ്. ഈ വെള്ളിയാഴ്ചയും അടുത്ത വെള്ളിയാഴ്ച 2 ടോക്സ് ഉണ്ട്. ഫ്രൈഡേസ് ഈവനിങ് at 7 PM. നമ്മുടെ യുവജന സഖ്യത്തിൽ കൂടെ വളർന്നു വന്ന് ഇപ്പോൾ സിംഗപ്പൂർ മാർത്തോമ ഇടവകയുടെ ഒരു വളരെ സ്ട്രോങ് മെമ്പർ ആയിട്ടിരിക്കുന്ന ബിനു ആണ് നമുക്ക് ക്ലാസ് എടുക്കുന്നത്. വളരെ എക്സ്പീരിയൻസ്ഡ് ആണ്, എഡ്യൂക്കേറ്റഡ് ആണ്, ബിബ്ലിക്കലി വളരെ സൗണ്ട് ആണ്. അദ്ദേഹത്തിന്റെ മീറ്റിംഗ് ഷെയറിങ്സ് കഴിഞ്ഞ ആഴ്ച വളരെ മനോഹരമായിരുന്നു. അപ്പോൾ നമ്മുടെ സീനിയേഴ്സ് ആയിട്ടുള്ള ഒത്തിരി പേര് പങ്കെടുത്തു. ടീം ടോക്സ് എന്നാണ് നമ്മൾ പറഞ്ഞതെങ്കിൽ പോലും സീനിയേഴ്സ് ഒക്കെ പങ്കെടുത്തു. 1-2 പേരൊക്കെ പറഞ്ഞു പ്രായമുള്ള ഒരു സീനിയേഴ്സ് ഇരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും ചോദിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു. എൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങളിപ്പോൾ എന്തായാലും ഡിനു തന്നെ പറഞ്ഞു നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് അവിടെ മെസ്സേജായിട്ട് അയക്കാം. കഴിഞ്ഞ ആഴ്ച ലഭിച്ച റെസ്പോൺസിനെല്ലാം അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിനെല്ലാം റെസ്പോണ്ട് ചെയ്യാൻ ഡിനുവിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് എന്നോട് ഡിനു മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ എന്നോട് വാട്സപ്പ് വഴി പറഞ്ഞത്. അദ്ദേഹം വളരെ ഹാപ്പിയാണ്. അതുകൊണ്ട് നമ്മുടെ സീനിയേഴ്സ് അങ്ങോട്ട് ഇരിക്കുന്നു, നമ്മുടെ വീട്ടിൽ നമ്മുടെ അപ്പൻ്റെ അമ്മയുടെ അങ്ങോട്ട് ഇരിക്കുന്നവർ കണക്കാക്കിയാൽ മതി. നമുക്കറിയാൻ വയ്യാത്ത അധികം പേര് അതിനകത്തുണ്ടായിരുന്നു. 1-2 പേരൊഴിച്ച് ബാക്കി എല്ലാം നിങ്ങൾക്കറിയാവുന്ന ആളുകളാണ് അതിൽ അറ്റൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് മാക്സിമം ആളുകൾ പ്ലീസ് ജോയിൻ ദിസ് ഫ്രൈഡേ ഈവനിങ് at 7 PM. നമ്മുടെ ഒരാളാണ്, നമ്മളെ അറിയാവുന്ന, നമ്മുടെ സിറ്റുവേഷൻസ് അറിയാവുന്ന ആളാണ്. അദ്ദേഹത്തെ പ്രയോജനപ്പെടുത്തണം. അതുപോലെ തന്നെ ഞാൻ ജോൺ മാത്യുവിനോടും പറയുകയാണ്, നമുക്ക് വളരെ പ്രയോജനപ്പെടുത്താവുന്ന ഒരു സീനിയർ റെപ്രസെന്റേറ്റീവ് ഫ്രം ഓവർസീസ്. ബട്ട് ഇവിടെ ഈ പള്ളിയിൽ ജനിച്ച് വളർന്ന ഇവിടുത്തെ യുവജന സഖ്യത്തിൽ ആക്റ്റീവായിരുന്ന ഒരാളാണ്. വെരി കമ്മിറ്റഡ് ടു ഗോഡ് ആൻഡ് ടു ദ ചർച്ച്. സോ ഹി ഈസ് എ മെമ്പർ ഓഫ് ദ സിംഗപ്പൂർ മാർത്തോമ ചർച്ച്. അതുകൊണ്ട് ഫ്രൈഡേ ഇവിടെ ഇപ്പോൾ ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവരും ഫ്രൈഡേ ഈവനിങ്ങിൽ അത് ജോയിൻ ചെയ്യണം എന്ന് വളരെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. എല്ലാവർക്കും വീണ്ടും നന്ദി. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഇന്ന് ഞങ്ങൾക്ക് യുവജന സഖ്യത്തിന്റെ 2020-21 വർഷത്തെ പ്രവർത്തന പരിപാടികൾ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് മുമ്പോട്ട് പോകുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിച്ചതവർക്ക് സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ എല്ലാ യുവതി യുവാക്കളെയും നിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ,
ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ, ഞങ്ങളുടെ ജീവിതങ്ങൾ, ഞങ്ങളുടെ ശുശ്രൂഷകൾ, ഞങ്ങളുടെ ജീവിത ക്രമങ്ങളെ സമ്പുഷ്ടമാക്കുന്നതിനോടൊപ്പം ദൈവരാജ്യത്തിന്റെ വളർച്ചയ്ക്കും സഭയുടെ കെട്ടുപണിക്കും മുഖാന്തരമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ വർഷത്തിൽ അനേക പരിമിതികളുടെ മധ്യത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. എന്നാൽ പരിമിതികളെ പദ്ധതികളാക്കി മാറ്റുന്ന അവിടുത്തെ സാന്നിധ്യവും അവിടുത്തെ ശക്തിയും ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞ് ഞങ്ങളെല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. ഇപ്പോൾ നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും വാഴ്ത്തണമേ. പ്രത്യേകമായി ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമായ നല്ല ചിന്തകളെ പങ്കുവെച്ച് മാർത്തോമ യുവജന സഖ്യത്തിന് വേണ്ട ശക്തമായ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ജോൺ മാത്യു അച്ഛനായി സ്തോത്രം. മകന്റെ ശുശ്രൂഷകളെ തുടർന്നും അനുഗ്രഹിക്കണമേ. ദൈവമേ, ഞങ്ങളെല്ലാവരെയും വാഴ്ത്തണമേ. നിന്നോട് ചേർന്ന് തുടർന്നുള്ള നാളുകളിൽ ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ എല്ലാവരെയും സഹായിക്കുകയും ചെയ്യണമേ. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവത്തിന്റെ കൃപകൾ, അനുഗ്രഹങ്ങൾ, വാഴ്വുകൾ നമ്മെല്ലാവരോടും കൂടെ, വിശേഷാൽ യുവജന സഖ്യത്തിന്റെ പുതിയ സംവത്സരത്തെ എല്ലാ പ്രവർത്തനങ്ങളോടും കൂടെ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. എല്ലാവരോടുമുള്ള സന്തോഷം ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. ജോൺ മാത്യു അച്ഛനോടും ഒരു കാര്യം പ്രത്യേകമായിട്ട് ഓർപ്പിക്കാനുള്ളത്, നമുക്ക് 4 മണി സമയത്ത് എല്ലാവരും കൃത്യമായിട്ട്